ശുശ്രൂഷയ്ക്ക് അയക്കപ്പെടുന്ന സേവാത്മാക്കളാണ് ദൂതന്മാരെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്കും ദൈവദൂതന്മാരുടെ കരുതലുണ്ട്. അതാണ് നമ്മൾ പ്രാരംഭമായി വായിച്ചത്, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കാം. അപ്പൊ നമ്മുടെ വഴികൾക്ക് മുമ്പിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ട്. രണ്ടാമത് നമ്മൾ വായിച്ചു, ചെറിയവരിൽ ഒരുത്തിന് പോലും സ്തോത്രം ദൈവം ദൂതനെ ആക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവത്തിന്റെ ന്യായവിസ്താര ദിവസത്തെങ്കിൽ കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് ബൈബിളിൽ പറയുന്നത്. കാരണം നമ്മൾ പറയുന്ന വാക്കുകൂടി നോട്ട് ചെയ്യുന്ന ദൂതന്മാരുണ്ട്. സ്തോത്രം. അതാണ് ഈ ചെറിയവരിൽ ഒരുത്തനെ തുച്ഛീകരിക്കാതിരിപ്പാൻ, അല്പമായി എണ്ണാതിരിക്കാൻ, സഹോദരനെ നിസാര എന്ന് പോലും പറയാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് കർത്താവ് പറഞ്ഞതുകൊണ്ട് അതാണ്. സ്തോത്രം. കാരണം ഇതെല്ലാം നോട്ട് ചെയ്യുന്ന ദൂതസേനയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പ്രാരംഭമായി പറയട്ടെ, ഇന്ന് ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആരും ഒറ്റയ്ക്കല്ല, ശക്തമായ ദൈവത്തിന്റെ ദൂതസേനയുടെ കാവലുള്ളവരാണ് എന്ന് നിങ്ങൾ മറക്കരുത്. സ്തോത്രം. ഇനി നമുക്ക് മറ്റൊരു വചനം കൂടെ വിഷയത്തിൽ വായിക്കണം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 24-ാം അധ്യായം അതിന്റെ 40-ാമത്തെ വാക്യം. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 24-ാം അധ്യായം 40-ാമത്തെ വാക്യം. അവൻ എന്നോട്, ഞാൻ സേവിച്ചു പോരുന്ന യഹോവ തന്റെ ദൂതനെ നിന്നോടുകൂടെ അയച്ച് നീ എന്റെ വംശത്തിൽ നിന്നും പിതൃഭവനത്തിൽ നിന്നും എന്റെ മകന് ഭാര്യയെ എടുപ്പാൻ തക്കവണ്ണം നിന്റെ യാത്രയെ സഫലമാക്കും. ഓക്കെ, ഇവിടെ നമ്മൾ വായിക്കുന്നത് അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് ഭാര്യയെ കൊടുക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആദ്യം വാക്യം വായിച്ച വാക്യത്തില് സ്തോത്രം, ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുമെന്ന് വായിച്ചു. രണ്ടാമത് വായിച്ചെടുത്ത് ചെറിയവർക്ക് വേണ്ടി പോലും ദൂതനെ അയക്കുമെന്ന് വായിച്ചു. ഇവിടെ മൂന്നാമത് വായിച്ചെടുത്ത് സ്തോത്രം, ദൈവത്തെ സേവിച്ച അബ്രഹാമിന്റെ മകനായ ഇസഹാക്കിന് റിബേക്കയെ കൊടുക്കാൻ, തക്ക തുണയെ കൊടുക്കാൻ പോലും ദൈവം തന്റെ ദൂതനെ അയച്ചു എന്നതാണ് നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകത്ത് സ്തോത്രം യഥാർത്ഥമായി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ പൈതലിന് തക്ക തുണയെ കൊടുക്കുന്നത് പോലും ദൈവം തന്റെ ദൂതനെ അയച്ചാണ്. സ്തോത്രം. ശരിക്കും ഞാനിത് പറഞ്ഞു തുടങ്ങുമ്പോൾ ഒരു കാര്യം പ്രാരംഭമായി ഓർപ്പിച്ചു കൊള്ളട്ടെ. പ്രിയ ദൈവമക്കളെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഈ മാക്സിമം ലവ് മാരേജസിനെ ഒന്നും പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ ഒരു കാരണം ഈ വചനഭാഗമൊക്കെയാണ് കേട്ടോ. കാരണം യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് തക്ക തുണയെ കൊടുക്കുന്നത് പോലും ദൈവത്തിന്റെ പ്ലാനാണ്. ദൈവം തന്റെ ദൂതനെ അയച്ചാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് മാക്സിമം സ്വയം സെലക്ഷന് നിൽക്കരുത് എന്ന് പഠിപ്പിക്കുന്നതിന്റെ ഒരു കാരണം. ഓക്കെ, ഞാൻ ഈ ഭാഗം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ അബ്രഹാമിന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ കൊടുക്കുവാൻ പോലും ദൈവം തന്റെ ദൂതനെ വിട്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ എത്രയധികം ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ഓരോരുത്തരും സ്തോത്രം പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ വിശ്വാസ ജീവിതം മുന്നോട്ട് നീക്കണം. നാം ആരും തനിച്ചല്ല. ശക്തിയുള്ള ദൈവ ദൂതസേനയുടെ കാവൽ എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. പണ്ട് ഞങ്ങള് സ്തോത്രം തിരുവല്ലായിൽ കർത്തൃവേല ചെയ്യുമ്പോൾ അവിടെ ഒരു സഹോദരി ഉണ്ടായിരുന്നു. കൂടെ ഞങ്ങളുടെ ആരാധനയ്ക്കൊക്കെ വരുമായിരുന്നു. 36-37 വയസ്സോളം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. വിവാഹം കഴിഞ്ഞിരുന്നില്ല. അവരുടെ മറ്റ് സഹോദരങ്ങളുടെയൊക്കെ വിവാഹം കഴിഞ്ഞിരുന്നു. അപ്പോ ചിലപ്പോൾ പ്രിയപ്പെട്ടവരൊക്കെ നിനക്ക് എന്താണ് കല്യാണം നടക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. സ്തോത്രം. ഇപ്പോ അത്രയും പ്രായമായിട്ടും വിവാഹം നടക്കാത്തത് കൊണ്ട് ചിലർ ഇങ്ങനെ കൂടെ പറഞ്ഞു, കഴിയുമെങ്കിലേ മോളെ സ്തോത്രം നിനക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ നീ പൊക്കോ, എന്നാലും കാണാൻ പറ്റുമല്ലോ എന്ന് പോലും ചിലർ പറഞ്ഞൊരു കാര്യം. എനിക്ക് വിവാഹം കഴിക്കുവാൻ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന തുണ, അദ്ദേഹത്തിന്റെ വിവാഹവും ഇതുവരെ നടന്നിട്ടില്ല. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ എന്നായിരുന്നു ഒരു തമാശ രൂപത്തിൽ എല്ലാ സഹോദരി അവരോടൊക്കെ പറഞ്ഞത്. എന്നിട്ട് പോലും താൻ വേറൊരു തെറ്റായ വഴികളിലേക്ക് പോകാതെ പാടിയും പ്രാർത്ഥിച്ചും ദൈവസന്നിധിയിൽ തന്നെ അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. ഇത് ഞങ്ങൾ കണ്ടതാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുമ്പനാട് IPCയുടെ കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷൻ ഇവരെ കുടുംബമായി സഹോദരന്മാരൊക്കെ ആയിട്ട് പോയപ്പോൾ US നിന്ന്, അമേരിക്കയിൽ നിന്ന് ഒരു സഹോദരൻ കുടുംബവും ആ കൺവെൻഷൻ വന്നിട്ടുണ്ടായിരുന്നു.
അദ്ദേഹത്തിന്റെ വിവാഹവും നടന്നിരുന്നില്ല. ഒരേ ഒരു മകനായിരുന്നു അദ്ദേഹം. കുമ്പനാട് ഭാഗത്തോ മറ്റോ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ വീട്. ഇഷ്ടംപോലെ സാമ്പത്തിക സ്രോതസ്സുകളും എല്ലാം അവർക്കുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ വിവാഹ അന്നത്തെ ആ കൺവെൻഷൻ വേദിയില് ഇവരെ രണ്ടു കൂട്ടരെയും അറിയാവുന്ന ഒരു കുടുംബം ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന്റെ മധ്യത്തിൽ അവർ ജസ്റ്റ് ഇവരെ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരിചയപ്പെടുത്തി ആ വീട്ടുകാർ തമ്മിൽ അവിടെ വെച്ച് വിവാഹം ആലോചിക്കുകയും പ്രാർത്ഥനയോടുകൂടി കർത്തൃദാസന്മാരോട് അന്ന് തന്നെ ഷെയർ ചെയ്ത് അവിടെ വെച്ച് വിവാഹം ഉറപ്പിക്കുകയും അന്നേക്ക് 8-ാം ദിവസം ആ സഹോദരിയുടെ വിവാഹം നടക്കുകയും ചെയ്തു. ആമേൻ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, അവരുടെ സഹോദരങ്ങൾക്കൊക്കെ ലഭിച്ചതിനേക്കാളും കൂട്ടുകാർക്കും ബന്ധുക്കൾക്കൊക്കെ കിട്ടിയതിനേക്കാളും ശ്രേഷ്ഠമേറിയൊരു കുടുംബജീവിതം ആ സഹോദരിക്ക് ദൈവം കൊടുത്തു. അവരൊന്നുമില്ലാത്തവരായിരുന്നു, പക്ഷെ ഒരു ദിവസം കൊണ്ട് അവർ ഒരു കോടീശ്വരിയെ പോലെയായി. സ്തോത്രം. എനിക്ക് തോന്നുന്നു പിന്നീട് അവരെ US പോയി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ഞാനിത് നിങ്ങളോട് പറഞ്ഞത് 36ഓളം വയസ്സ് വരെയും തന്റെ വിവാഹം നടക്കാതിരുന്നിട്ട് കൂടിയും ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ച് തെറ്റായ ഒരു വഴികളിലും പോകാതെ പാടിയും പ്രാർത്ഥിച്ചും ദൈവവചന പ്രകാരം വിശുദ്ധിയോടെ ജീവിച്ച ആ മകൾക്ക് പോലും കർത്താവിന്റെ കരുതൽ മറഞ്ഞിരുന്നില്ല. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നേരോടും നീതിയോടും കൂടി നീ ദൈവവചന പ്രകാരം ജീവിക്കാമെങ്കിൽ കർത്താവ് തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചു തരും. അത് നിന്റെ വഴികൾക്ക് മുമ്പിൽ അയക്കും. നീ എത്ര ചെറിയവനാണെങ്കിലും നിന്റെ കൂടെ ദൈവം ദൂതനെ അയക്കും, തക്ക തുണയെ തരുവാൻ അയക്കും. നമ്മൾ പ്രധാന 3 ദൂതന്മാരെ ബൈബിളിൽ നമ്മൾ കാണുന്നുണ്ട്. ഗബ്രിയേല്, മീഖായേല്, ലൂസിഫർ എന്നാണ് അവരുടെ പേരുകൾ. ഗബ്രിയേൽ ദൂതൻ ദൈവത്തിന്റെ സന്ദേശങ്ങൾ മനുഷ്യരിലേക്ക് എത്തിക്കുന്ന ദൂതനാണ്. മീഖായേൽ ദൈവസന്നിധിയിൽ യുദ്ധങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ദൂതനാണ്. ലൂസിഫർ ദൂതൻ, സ്തോത്രം, സംഗീത സമ്രാട്ടായിരുന്നു. ദൈവസന്നിധിയിൽ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്ന ആളായിരുന്നു. അദ്ദേഹത്തിനാണ് നിഗളമുണ്ടായതും ദൈവം അദ്ദേഹത്തെ വെട്ടി താഴെയിട്ടതും. അങ്ങനെയാണ് ഇന്ന് നമ്മൾ പറയുന്ന പിശാചോ, പോരാട്ടോ, അശുദ്ധാത്മാവോ, ബന്ധനോ, കെട്ടോ, എതിർ ക്രിസ്തു എന്നോ അധർമ്മമൂർത്തി എന്നോ പഴയ പാമ്പെന്നോ വീണുപോയവനെന്നോ ഒക്കെ നമ്മൾ വിളിക്കുന്നത് ആ സാത്താന്യ ശക്തിയാണ്. ലൂസിഫറും അവനോട് ചേർന്ന് ഭൂമിയിലേക്ക് വീണുപോയ ദൂതന്മാരുമാണ്. അപ്പോ നിങ്ങൾ മനസ്സിലാക്കുക, സ്തോത്രം, ഇന്ന് ദൈവമക്കൾക്കും ദൈവസഭയ്ക്കുമെതിരെ നിലകൊള്ളുന്നത് ഈ ലൂസിഫർ ദൂതനാണ്. സ്തോത്രം. പക്ഷെ അവൻ ദൈവസന്നിധിയിൽ വീണുപോയവനാണ്. എന്നാൽ ഇന്നും വീണുപോകാത്ത അതിലും ശക്തിയുള്ള ദൂതസേന, ഗബ്രിയേൽ, മീഖായേൽ അടക്കമുള്ള പ്രധാന ദൂതന്മാർ ദൈവസന്നിധിയിൽ ഇപ്പോഴും ശുശ്രൂഷകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും പിശാച് ദൈവസഭയെ ജയിക്കുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്നാണ് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അതുകൊണ്ട് എത്ര സാത്താന്യ ശക്തികൾ നിങ്ങൾക്കെതിരെ എന്തെല്ലാം മല്ല് കെട്ടിയാലും നിങ്ങൾ ദൈവവചനം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈതലാണെങ്കിൽ അവൻ കെട്ടിയ മല്ലുകൾ തകർന്നു വീഴുകയല്ലാതെ നിങ്ങൾക്കൊരു പോറൽ കൂടി വരാതെ സ്വർഗം നിങ്ങളെ കാത്തുകൊള്ളും. വിശ്വാസമുള്ളവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാ. സ്തോത്രം. ഈ ദൂതസേനകൾ എവിടെ, എങ്ങനെയെല്ലാം, ഏതെല്ലാം സമയങ്ങളിൽ ഇറങ്ങി വന്നു എന്ന് വിശുദ്ധ ബൈബിളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് അതാണ് പഠിക്കാൻ പോകുന്നത്. അതിനായിട്ട് 1 രാജാക്കന്മാർ അതിന്റെ 19-ാം അധ്യായം അതിന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായി നമുക്കൊന്ന് വായിക്കാം. 1 രാജാക്കന്മാർ 19-ാം അധ്യായം 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുള്ളൂ. താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിപ്പാൻ ഇച്ഛിച്ചു. ഇപ്പോൾ മതി, യഹോവേ, എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഞാൻ എന്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലല്ലോ എന്ന് പറഞ്ഞു. വായിച്ചോളൂ. തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരു അടയും ഒരു തുരുത്തി വെള്ളവും തലയ്ക്കൽ ഇരിക്കുന്നത് കണ്ടു. അവൻ തിന്നു കുടിച്ചു, പിന്നെയും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ രണ്ടാം പ്രാവശ്യം വന്ന് അവനെ തട്ടി എഴുന്നേറ്റു തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു.
അവൻ എഴുന്നേറ്റ് തിന്നു കുടിച്ചു. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 പകലും 40 രാവും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം നടന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിച്ച സമയം ആകാശത്തു നിന്ന് തീ ഇറങ്ങിയെന്നും അതിനുശേഷം ജനം ബാലിന്റെ കള്ളപ്രവാചകന്മാരെ വെട്ടി നശിപ്പിച്ചു എന്നൊക്കെ നമുക്ക് ബൈബിളിൽ കാണുവാനായി സാധിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കള്ളപ്രവാചകന്മാരെ വെട്ടിക്കൊന്നു കഴിഞ്ഞപ്പോൾ ഇസബേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ രാജ്ഞി ഒരു വെല്ലുവിളി നടത്തി. ഏലിയാവേ, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അടുത്ത ദിവസം നിന്റെ ചോര ഞാൻ നായ്ക്കൾക്ക് നക്കാൻ ഇട്ടുകൊടുക്കും എന്ന അർത്ഥത്തിൽ ഒരു വെല്ലുവിളി നടത്തി. രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യയാണ്, രാജ്ഞിയാണ് വെല്ലുവിളിച്ചത്. ഏലിയാവിന് അല്പം ഭയമുണ്ടായി. അദ്ദേഹം മരുഭൂമിയിലേക്ക് പോയി. അവിടെ ഒരു ചൂരച്ചെടിയുടെ തണലിൽ തളർന്നു കിടന്നുകൊണ്ട്, കർത്താവേ, ഇസബേൽ എന്ന ദുഷ്ട സ്ത്രീ എന്റെ പ്രാണനെ എടുക്കുന്നതിനേക്കാളും അവൾ എന്നെ കൊല്ലുന്നതിനേക്കാളും അങ്ങെന്റെ പ്രാണനെ എടുക്ക്, അതാണ് നല്ലത്, എനിക്ക് മരിച്ചാ മതി എന്ന് പറഞ്ഞ് സങ്കടത്തോടെ അദ്ദേഹം അവിടെ കിടന്നു, ഉറങ്ങിപ്പോയി. പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവിടെ വരികയാ. ഏലിയാവിനെ തട്ടി വിളിച്ചു, എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട അടയും ഒരു തുരുത്തി വെള്ളവും ഇരിക്കുന്നത് കണ്ടു. ഏലിയാവ് അത് തിന്നു കുടിച്ചു, വീണ്ടും കിടന്നുറങ്ങി. യഹോവയുടെ ദൂതൻ 2ാം പ്രാവശ്യം വീണ്ടും ഏലിയാവിനെ തട്ടി വിളിച്ചു, ഇത് എഴുന്നേറ്റ് നീ തിന്നുക, നിനക്ക് ദൂരെ യാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഏലിയാവ് വീണ്ടും ഭക്ഷണം കഴിച്ചു, വെള്ളം കുടിച്ചു. ബൈബിളിൽ നമ്മൾ വായിച്ചത്, അതിനുശേഷം ഏലിയാവ് യാത്ര തുടങ്ങി. ആ ആഹാരത്തിന്റെ ബലം കൊണ്ട് 40 രാവും 40 പകലും ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബോളം സഞ്ചരിച്ചു. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, മരുഭൂമിയിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നറിയാതെ തളർന്നു കിടന്ന ഏലിയാവിന്റെ അടുക്കൽ ദൈവം തന്റെ ദൂതനെ വിടുകയാണ്. അടയും വെള്ളവും കൊടുക്കുകയാണ്. ദൂതൻ തട്ടി വിളിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാലോ, ദൈവത്തിന്റെ ദൂതന് കൈകളുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാം. എഴുന്നേറ്റ് തിന്നുക എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ദൂതന് ശബ്ദമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കർത്താവിന്റെ ദാസൻ PV ആശാരി പാസ്റ്ററുടെ മകൻ കഴിഞ്ഞ ദിവസം ഒരു മീറ്റിംഗിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഞാൻ ഓർക്കുന്നുണ്ട്. അവരെ കൊട്ടാരക്കരയിൽ പാർത്ത് കർത്താവിന്റെ വേല ചെയ്യുന്ന കാലത്ത് ദൈവമക്കളെ, സ്തോത്രം, വലിയ പട്ടിണിയിലൂടെ കടന്നു പോകുന്ന സമയമായിരുന്നു. അന്ന് KP യോഹന്നാൻ, സ്തോത്രം, അന്ന് അദ്ദേഹം ബിഷപ്പായിട്ടില്ല, നല്ലൊരു ദൈവദാസനായി ശുശ്രൂഷ ചെയ്യുന്ന കാലമാണ്. KP യോഹന്നാൻ തിരുവനന്തപുരം ഭാഗത്തേക്ക് തന്റെ വാഹനത്തിൽ കടന്നു പോകുമ്പോ ഡ്രൈവർ ഇങ്ങനെ പറഞ്ഞു, കൺവെൻഷനിൽ പ്രസംഗിക്കുന്ന PV ആശാരി പാസ്റ്ററുടെ വീട് ദേ ഇവിടെയാണെന്ന് പറഞ്ഞു, കൊട്ടാരക്കരയിലാണെന്ന് പറഞ്ഞു. അന്നേരം KP യോഹന്നാൻ പറഞ്ഞ വീട് വരെ നമുക്കൊന്ന് പോയിട്ട് പോവാം. അങ്ങനെ KP യോഹന്നാനും ആ ഡ്രൈവറും കൂടി ആ കാലത്ത് PV ആശാരി പാസ്റ്ററുടെ വീട്ടിൽ വന്ന് കയറിയപ്പോ കുഞ്ഞുങ്ങളുടെ മുഖവും ദൈവദാസന്റെയും ദൈവദാസിയുടെയും അവസ്ഥകളൊക്കെ മനസ്സിലാക്കിയപ്പോൾ ഇവർ ഭക്ഷണം കഴിച്ചിട്ട് പല ദിവസമായെന്ന് മനസ്സിലായി. അപ്പൊ KP യോഹന്നാൻ ഇങ്ങനെ പറഞ്ഞു, PV ആശാരി, അടുത്ത മാസം മുതൽ എല്ലാ മാസത്തിന്റെയും ആരംഭത്തെങ്കിൽ താങ്കൾക്ക് ഞാൻ മണി ഓർഡർ അയക്കും 500 രൂപ. അത് സുവിശേഷ വേല ചെയ്യാനല്ല, നിങ്ങളുടെ മക്കൾക്ക് ആഹാരം കൊടുക്കേണ്ടതിനാ, അത് നിങ്ങൾ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. പിറ്റേ മാസം മുതൽ കൃത്യമായി 500 രൂപ വെച്ച് PV ആശാരി പാസ്റ്റർ ഭവനത്തിലേക്ക് മണി ഓർഡർ വരാൻ തുടങ്ങി. ആശാരി ഉപദേശിയുടെ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, അത് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്, ആ മക്കള് തന്നെ പറയുന്ന ടെസ്റ്റ് മണി. ദൈവമക്കളെ, എല്ലാ മാസവും ഈ മണി ഓർഡർ വരാൻ ഇവർ കാത്തിരിക്കും. 500 രൂപ കിട്ടും. ഒരു മാസം ഇതുകൊണ്ട് വേണം വീട്ടു ചെലവുകൾ മുഴുവൻ ഓടിക്കാൻ. അപ്പൊ ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത്, 3-ാമത് ആഴ്ച ആകുമ്പോഴേക്കും 500 രൂപ കൊണ്ടുള്ളതെല്ലാം തീരും. പിന്നീട് സാമ്പാറൊക്കെ അല്ല, എന്താ പറയാ, അവര് പറയുന്നത് അവിയലൊക്കെ സാമ്പാർ പോലെ വലിച്ച് നീട്ടിയൊക്കെ വെച്ചാണ് ഇവർ ഒപ്പിച്ചു കൂട്ടുന്നത്. അവസാനത്തെ 3-4 ദിവസം മിക്കവാറും പട്ടിണിയായിരിക്കും എന്നാണ് ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത്.
കാരണം ഒന്നും കാണത്തില്ല. ഈ പട്ടിണി ഇവര് കിടക്കുമ്പോ ഇവര് കാത്തിരിക്കും, എങ്ങനെയെങ്കിലും 2-ാം തീയതിയോ എന്നോ ഏതോ ഒരു ഡേറ്റ് പറയുന്നുണ്ട്, ആ ദിവസമാണ് മണി ഓർഡർ വരുന്നത്. അപ്പൊ ആ 2-ാം തീയതി വരാൻ വേണ്ടി ഇവര് കാത്തിരിക്കുകയാണ്. ആ ദിവസമായിട്ട് വേണം ഇവർക്ക് കൊണ്ടുപോയി വീണ്ടും സാധനങ്ങൾ മേടിച്ച് ആഹാരം കഴിക്കാൻ. അങ്ങനെ ഇവർ വളരെ പട്ടിണിയോടെ ആമേൻ 1-2 ദിവസങ്ങൾ തള്ളി നീക്കുമ്പോ ഈ ദൈവദാസന്റെ മകൾ ഇങ്ങനെ പറഞ്ഞു, തന്റെ സഹോദരനോട് പറഞ്ഞു, എടാ, അടുത്ത ദിവസം നമുക്ക് മണി ഓർഡർ കിട്ടിക്കഴിയുമ്പോ 5-6 കൂട്ടം കൂട്ടാൻ കൂട്ടി വയറ് നിറച്ച് നമുക്ക് അങ്ങ് ആഹാരം, എന്നിട്ട് അവസാനത്തെ 2 ആഴ്ച നമുക്ക് അങ്ങ് ഉപവാസം ഇരിക്കാം. ആ വിശപ്പിന്റെ വേദന കൊണ്ട് ആ സഹോദരി അങ്ങ് വിളിച്ചു പറയുക. അങ്ങനെ മണി ഓർഡർ കിട്ടുന്ന ദിവസമെത്തി. പോസ്റ്റ്മാൻ വന്നു, കാശ് കൊടുത്തു. അപ്പൊ ഇവരുടെ മറുകൈയിൽ അരി, ഉപ്പ്, മുളക്, മേടിക്കേണ്ട സാധനങ്ങളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ മണി ഓർഡർ കിട്ടി, സഞ്ചി എടുത്ത് സാധനം മേടിക്കാൻ കടയിലേക്ക് ഓടാൻ തുടങ്ങുമ്പോ വെള്ളയിട്ടൊരു പാസ്റ്റർ കയറി വന്ന് പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി വരികയാ. ഹല്ലേലൂയ പറഞ്ഞു. ഇത് PV ആശാരി പാസ്റ്ററുടെ വീടാണോ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ എന്ന് ഒന്നുകൂടെ പറഞ്ഞേച്ച അയാൾ ഒന്നും മിണ്ടാതെ താഴേക്ക് പിന്നെ അങ്ങ് പോയി. ഈ പിള്ളേരോർത്ത് എന്നാ അങ്ങനെ ഒരു പാസ്റ്റർ വന്ന് ആശാരി പാസ്റ്ററുടെ വീടാണോ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞു. പിന്നെ പാസ്റ്റർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ നേരെ താഴേക്ക്, ഇത് എന്നാന്നറിയാൻ അവർ മുറ്റത്തോട്ട് ഇറങ്ങി നോക്കിയപ്പോഴാണ് 10-25 വെള്ളയിട്ട ദൈവദാസിദാസന്മാര് വാലേ കയറി വരിക. സ്തോത്രം. ഇത് നിങ്ങള് തിരുവനന്തപുരം മുതല് കാസർഗോഡ് വരെ പരസ്യയോഗം നടത്തി പ്രസംഗിച്ച് പട്ടിണി കിടന്നു വരുന്ന ഒരു ടീമായിരുന്നു. സ്തോത്രം. ദൈവമക്കളെ, കിട്ടുന്ന പൈസ മൊത്തം ഡീസൽ അടിക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. ഭക്ഷണം വരെ അതുങ്ങൾ കഴിച്ചിട്ട് ദിവസങ്ങളായിരുന്നു. എന്തായാലും ഇവരെല്ലാം കൂടി ആശാരി ഉപദേശിയുടെ വീട്ടിലേക്ക് വന്നു. ഇവരെയൊക്കെ കണ്ടപ്പോ ദൈവദാസന് വലിയ സന്തോഷമായി. വന്ന വഴി തന്നെ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു, കഴിച്ചു. കിട്ടിയ പൈസയെല്ലാം ഡീസൽ അടിക്കാനേ തികഞ്ഞുള്ള ഉപദേശി എന്ന് മാത്രം പറഞ്ഞു. ഉടനെ ദൈവദാസൻ ഈ പിള്ളേരുടെ കയ്യിലിരുന്ന് 500 രൂപയിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത് കൊടുക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇവർക്ക് ആകെ വിഷമമായി. കാരണം അടുത്ത 1 മാസം ഇവർക്ക് കഴിക്കേണ്ട നന്മയാണ് 500 രൂപ. സ്തോത്രം. ഉപദേശിയുടെ കണ്ണിന്റെ ദേഷ്യഭാവം കൂടി വരുന്നതിന് മുമ്പ് ഭയന്ന് ഇവരുടെ ആ പൈസ എടുത്ത് കർത്തൃദാസന്റെ കൈകളിലേക്ക് കൊടുത്തു. സ്തോത്രം. എന്നിട്ട് ആ ദൈവദാസന് 500 രൂപ ദൈവദാസന്മാരുടെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ വയറ് നിറയെ ആഹാരം കഴിക്കണം, ഇനിയും കർത്താവിന്റെ വേല ശക്തിയോടെ ചെയ്യണം, ദൈവം നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞ് അഭിഷിക്തൻ അവരെ ബലപ്പെടുത്തി. അവരെല്ലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട്, അന്ന് അവിടെ വന്ന 10-25 ആളുകൾ, ആ ദൈവദാസിദാസന്മാരെ അതുങ്ങൾ ഒരുമിച്ച് ഈ കർത്തൃദാസനെയും കുടുംബത്തിനെയും വലയം ചെയ്ത് കൈകോർത്ത് പിടിച്ച് ഒറ്റ പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ പ്രാർത്ഥന കഴിഞ്ഞ് അവര് കണ്ണീരോടും സ്തോത്രത്തോടും കൂടി അവിടെ നിന്ന് പോയി. അവര് പോയ ഉടനെ ആശാരി ഉപദേശി ഒരു ഉടുപ്പിട്ടേച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു. കാരണം പിന്നെ വീട്ടിൽ നിന്ന പ്രശ്നമാണെന്ന് ഉപദേശിക്കറിയാം. അതുകൊണ്ട് ഉപദേശി അവിടെ നിന്ന് സ്ഥലം വിട്ടു. സ്തോത്രം. പിള്ളേരെല്ലാം തളർന്ന് വലിയ വിഷമത്തോടെ വീട്ടിലിരിക്കുക. ഏതാണ്ട് ഒരു 17 മിനിറ്റെന്നോ അങ്ങനെ എന്തോ ആണ് കർത്തൃദാസൻ പറഞ്ഞതായിട്ട് എൻ്റെ ഓർമ്മ. ഒരു 10-17 മിനിറ്റ് കഴിഞ്ഞപ്പോ ദൈവമക്കളെ മറ്റൊരു ജീപ്പ് വന്ന് നിൽക്കുകയാണ്. സ്തോത്രം. ഓണടിക്കുകയാണ്. ഇതും ആശാരി പാസ്റ്ററുടെ വീടാണെന്ന് അയാളും ചോദിക്കുകയാണ്. അടുത്ത മാരണം കയറി വന്നു എന്നുള്ള മട്ടിൽ പിള്ളേര്, ഓ അതെ, ഇത് ആശാരി പാസ്റ്ററുടെ വീട് തന്നെയാ എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പോ പാസ്റ്റർ ഇവിടെ ഉണ്ടോന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, ഇല്ല, പപ്പ എവിടേക്കോ പോയേക്കുവാ എന്ന് ദേഷ്യത്തോടെ അവര് പറയുക, ആ സങ്കടം കൊണ്ട്. ഇന്ന് പാസ്റ്റർ വന്നിട്ടേ ഞാൻ പോകുന്നുള്ളെന്ന് പറഞ്ഞ അയാൾ അവിടെ തന്നെ അങ്ങ് കൂടി. കുറച്ച് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇദ്ദേഹം പോകാതെ ആയപ്പോൾ പിള്ളേരെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, പപ്പ വെളിയിൽ എവിടെയോ ശുശ്രൂഷയ്ക്ക് എന്തോ പോയി, ഇനിയും മിക്കവാറും രാത്രിയാകും വരുമ്പോ, നിങ്ങൾ ആരാ, എന്താ വന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എൻ്റെ പേര് ജെയിംസ് എന്നാണ്, എൻ്റെ സ്വദേശം വയനാട്ടിലാണ്, ഞാന് അമേരിക്കയിൽ ഒരു ഡോക്ടറാണ്. 13 വർഷങ്ങൾക്കോ മറ്റോ ശേഷം ഞാൻ അമേരിക്കയിൽ നിന്ന് ഇന്നാണ് തിരുവനന്തപുരത്ത് വന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നത്. ഈ ജീപ്പിലുള്ളത് എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഡ്രൈവറുമാണ്. ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നിപ്പോൾ വയനാട്ടിലേക്ക് ഈ ജീപ്പിൽ പോകുന്ന വഴിയാണ്.
ഈ കൊട്ടാരക്കരയിൽ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. ഞങ്ങൾ അവിടെ ഭക്ഷണം കഴിക്കാൻ നിർത്തി ഫുഡ് ഓർഡർ ചെയ്ത സമയം എനിക്ക് പെട്ടെന്നൊരു മയക്കം പോലെ വന്നു. ഞാൻ ആ മയക്കത്തിന് നടുവിൽ ഒരു കാഴ്ച കണ്ടു. ഒരു ദൂതൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ ദൂതൻ ഇങ്ങനെയാണ് പറഞ്ഞത്: എന്റെ ദാസൻ PV ആശാരി ഉപദേശിയുടെ വീട് ഇവിടെ അടുത്താണ്. അദ്ദേഹത്തെ നീ സഹായിക്കണമെന്ന് ദൂതൻ എന്നോട് കൃത്യമായി പറഞ്ഞു. ആ ദൂതൻ എന്നെ കാണിച്ചു തന്ന വഴിയാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. ഇദ്ദേഹം പറയുകയാണ്, സ്തോത്രം, ആശാരി ആരാണോ ഉപദേശി ആരാണെന്നൊന്നും എനിക്കറിയില്ല. അദ്ദേഹം RC-കാരനാണോ മർത്തോമക്കാരനാണോ അങ്ങനെ എന്തോ ആണ് അവർ പറയുന്നത്. എന്തായാലും പെന്തക്കോസ്തുകാരൊന്നുമല്ല അവര്. ഇദ്ദേഹം രക്ഷിക്കപ്പെട്ട ആൾ കൂടിയല്ല. ഇനി ഈ ദർശനം കാണുന്ന സമയം തന്റെ കയ്യിൽ സിഗരറ്റ് കുറ്റി ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ. കാരണം അയാൾക്ക് ഇങ്ങനെയുള്ള അനുഭവമൊന്നുമില്ല. അപ്പോ ആ സിഗരറ്റ് കുറ്റി കയ്യിൽ ഇരിക്കുമ്പോഴാണ് തനിക്ക് ആ മയക്കം വരുന്നതും പെട്ടെന്ന് ഈ കാഴ്ച കാണുന്നതും. പെട്ടെന്ന് അയാൾ ആ സിഗരറ്റ് കുറ്റിയൊക്കെ വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഡ്രൈവറോടും ഭാര്യയോടും കുഞ്ഞുങ്ങളോടും പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുക, എനിക്ക് ഭക്ഷണം വേണ്ട, നമുക്കൊരു സ്ഥലം വരെ പോണം എന്ന് പറഞ്ഞ് അവര് വേഗം കഴിച്ചു. ഞങ്ങള് ദൂതൻ കാണിച്ച വഴിയെ ഇവിടെ കയറി വന്നതാണ്. സത്യം പറ, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ എന്ന് ഈ ജെയിംസ് ഡോക്ടർ അവരോട് ചോദിക്കുകയാണ്. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. സ്തോത്രം, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊന്നും അവർ പറഞ്ഞില്ല. അവര് ഷോക്കായിട്ട് നിൽക്കുകയാണ് ഈ സാക്ഷ്യം കേട്ട്. ഇത് കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ ഒരു ചെക്ക് എഴുതി ഇവരുടെ കയ്യിലോട്ട് കൊടുത്തു. 65,500 രൂപ അന്നത്തെ കാലത്ത് അതുണ്ടായിരുന്നു. ദൈവമക്കളെ, സ്തോത്രം, ഈ ചെക്ക് കയ്യിലെടുത്ത് കുഞ്ഞുങ്ങൾ അതിനകത്തിരുന്ന് കർത്താവിനെ സ്തോത്രം ചെയ്ത് കണ്ണീരോടെ സ്തുതിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അടുത്തൊരു സംഭവം കൂടി ആ കുഞ്ഞുങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാ: ഈ ദൂതൻ ജെയിംസ് ഡോക്ടറിന് ഈ വഴി സ്ഥലമൊക്കെ കാണിച്ചേച്ച് സ്വർഗത്തിലേക്ക് പോയില്ല, നേരെ ആശാരി പാസ്റ്റർ അടുക്കലേക്കാ പോകുന്നത്. PV ആശാരി പാസ്റ്റർ ഉടുപ്പിട്ടേച്ച് അവിടെ നിന്ന് പോയത് സത്യം പറഞ്ഞ വീട് വിസിറ്റിങ്ങിന് പോയതാണ്. ഏതെങ്കിലും ഭവനത്തിൽ ചെല്ലുമ്പോൾ ആരെങ്കിലും ഒരു 50 രൂപ സ്തോത്ര കാഴ്ച കൊടുത്താൽ ഈ മക്കൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആ കർത്തൃദാസം പോയത്. അദ്ദേഹം അങ്ങനെ വീട്ടിലേക്ക് വിസിറ്റിങ്ങിന് പോകുന്ന വഴിയിൽ പെട്ടെന്ന് അശരീരി പോലൊരു ശബ്ദം കേൾക്കുക. സ്തോത്രം, നീ തിരിച്ചു പോവുക, നിന്റെ മക്കൾക്ക് ഞാൻ ചെയ്തത് കാണുക എന്നൊരു ശബ്ദം കേൾക്കുകയാണ്. താൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. തോന്നലായിരിക്കും മനസ്സിൽ എന്ന് വിചാരിച്ച് വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ മരുഭൂമിയിൽ ഹാഗാറിന്റെയും ബാലന്റെയും നിലവിളി കേട്ടവൻ ഞാനല്ലയോ, തിരിച്ചു നടക്കുക, ഞാൻ നിന്റെ മക്കൾക്ക് ചെയ്തത് നീ കാണുക എന്നൊരു ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. അപ്പോൾ ദൈവത്തിന്റെ ഇടപെടലാണെന്ന് മനസ്സിലാക്കിയ ഭക്തൻ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴാണ് പതിവില്ലാത്ത ഒരു ആരാധനയുടെ ശബ്ദം. വീട്ടിൽ ചെന്ന് കയറിയപ്പോഴാണ് 65,500 രൂപയുടെ ആ ചെക്കും പിടിച്ച് ആ കുഞ്ഞുങ്ങൾ ദൈവത്തിന് ഉച്ചത്തിൽ മഹത്വം കൊടുക്കുന്നത് ഈ ഭക്തൻ കാണുന്നത്. ദൈവമക്കളെ, സ്തോത്രം, ഒരു മാസത്തെ ഉപജീവനത്തിന് അവരുടെ കൈകളിൽ ഉണ്ടായിരുന്ന 500 രൂപ ആ കർത്തൃദാസന്മാർക്ക് വിശ്വാസത്തോടെ അവർ വിതച്ചു കഴിഞ്ഞപ്പോ വെറും 19 മിനിറ്റ് തികയുന്നതിന് മുമ്പ് അവർക്ക് ദൈവം തിരിച്ചു കൊടുത്തത് 65,500 രൂപയായിരുന്നു ആ കാലഘട്ടത്തിൽ. ആ കുഞ്ഞുങ്ങൾ അത് ഹൃദയം നുറുങ്ങി പറയുന്ന അനുഭവങ്ങൾ നമുക്ക് യൂട്യൂബിൽ കാണുവാനായി സാധിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ഇതൊരു മായാവി കഥ പോലെയോ അമ്മൂമ്മ കഥ പോലെയോ ഉമ്മാക്കി കഥ പോലെയോ നമുക്ക് തോന്നേണ്ട കാര്യമില്ല. ഇത് തന്നെയാണ് പച്ചയ്ക്ക് പച്ച ബൈബിളിലും എഴുതി വെച്ചിരിക്കുന്നത്. ഇസബേലിലെ വെല്ലുവിളിയുടെ നടുവിൽ മരണം മാത്രം മുന്നിൽ കണ്ട് ഏലിയാവ് മരുഭൂമിയിൽ കിടക്കുമ്പോൾ ഒരു കുഞ്ഞു പോലും അവിടെ എത്തി നോക്കാൻ ഇല്ലാതിരിക്കുമ്പോഴും ദൈവം തന്റെ ദൂതനെ അയച്ചു. 1 വട്ടമല്ല 2 വട്ടം. ആമൻ ആമൻ തട്ടി വിളിച്ച് വെള്ളവും അടയും കൊടുത്ത് ഇനി നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടെന്ന ആലോചനയും പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്ന ദൈവമക്കളെ, നമ്മൾ ആരും ഒറ്റയ്ക്കല്ല. ദൈവവചനപ്രകാരം നേരോടെ ജീവിക്കാമെങ്കിൽ ദൈവം തന്റെ ദൂതനെ നമുക്ക് വേണ്ടി അയക്കും. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. അതാണ് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞാൻ എൻ്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും, ചെറിയവർക്ക് വേണ്ടി ദൂതനെ അയക്കും, അവൻ തക്ക തുണയെ തരുവാൻ ദൂതനെ അയക്കും. തളർച്ചയുടെ നടുവിൽ നീ മരുഭൂമിയിൽ കിടക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ വിടും. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്തു നിന്ന് ഹാഗാറിനെ വിളിച്ച് അവളോട്,
ഹാഗാറെ, നിനക്ക് എന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് അവന്റെ നിലവിളി ദൈവം ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. ഓക്കെ, താഴോട്ടുകൂടെ വായിച്ചോളൂ. നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു നീരുറവ് കണ്ടു. ചെന്ന് തുരുത്തിയിൽ വെള്ളം നിറച്ച് ബാലനെ കുടിപ്പിച്ചു. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. അവൻ ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. മുതിർന്നപ്പോൾ, വളർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തോത്രം. നമുക്കിവിടെ കാണുവാനായി സാധിക്കുന്നത് ഹാഗാറിന്റെയും ബാലന്റെയും ചരിത്രമാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ദാസിയായിരുന്നല്ലോ ഹാഗാർ. അബ്രഹാം ഹാഗാറിനെ പുറത്താക്കി കളഞ്ഞു. ഹാഗാറിനെല്ലാം തന്റെ യജമാനനായ അബ്രഹാമായിരുന്നു. പക്ഷേ ആ കുടുംബത്തിൽ നിന്ന് തനിക്ക് പുറത്തു പോകേണ്ട സാഹചര്യം വന്നപ്പോ എവിടേക്കെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ ഭാരൻ മരുഭൂമിയിലൂടെ ഈ ഹാഗാറും തന്റെ കൊച്ചു പൈതലും ഉഴന്ന് നടക്കാൻ തുടങ്ങി. അവരുടെ കയ്യിൽ അല്പം അപ്പവും വെള്ളവും ഉണ്ടായിരുന്നു. മരുഭൂമിയിലല്ലേ, അത് പെട്ടെന്ന് തീർന്നും പോയി. കുറെ ദൂരം ചെന്നപ്പോൾ കൊച്ചിന് ദാഹം തുടങ്ങി. കുഞ്ഞ് അമ്മയെ വെള്ളം വെള്ളമെന്ന് നിലവിളിക്കാൻ തുടങ്ങി. അമ്മ പറഞ്ഞു, നമുക്ക് കുറച്ചു ദൂരം പോവാൻ മോനെ, എവിടെയെങ്കിലും വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തും. സങ്കടത്തോടെ തന്റെ കുഞ്ഞുമായ ആ അമ്മ മുന്നോട്ടേക്ക് നടന്നു. കുറെ ദൂരം കഴിഞ്ഞപ്പോൾ വീണ്ടും കുഞ്ഞ് തളർന്നുകൊണ്ട് പറഞ്ഞു, അമ്മേ എനിക്ക് വയ്യ, വെള്ളം. അപ്പോൾ അമ്മ പറഞ്ഞു, അല്പദൂരം കൂടെ നടക്കാം മോനെ, വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തും. വീണ്ടും നടന്നു. അവസാനം കുഞ്ഞ് തളർന്നു. ഹാഗാറിന് മനസ്സിലായി, എന്റെ കുട്ടി മരിക്കും. സ്തോത്രം. അത് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ എന്റെ മകന്റെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞു ആ പെറ്റ തള്ള തന്റെ കുഞ്ഞിനെ, സ്തോത്രം, ഒരു കുറുങ്കാട്ടിൻ തണലിൽ ഇട്ടിട്ട് ഒരു അൻപിൻപാട് ദൂരം മാറിപ്പോയി പൊട്ടിക്കരഞ്ഞു. സ്തോത്രം. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ വായിച്ച വാക്യം, 17-ാം വാക്യം. ദൈവം ബാലന്റെ നിലവിളി കേട്ടു. യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. ഹാഗാറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി യഹോവ കേട്ടിരിക്കുന്നു. നീ എഴുന്നേറ്റ് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക. ഞാൻ അവനെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞു. സ്തോത്രം. ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഹാഗാറും ബാലനും സകല പ്രതീക്ഷകളും അസ്തമിച്ച് മരണം മാത്രം മുന്നിൽ കണ്ട് മരുഭൂമിയിൽ ഉഴന്ന് നടക്കുമ്പോൾ ആ ബാലന്റെ നിലവിളി മരുഭൂമിയിൽ ഇരുന്ന് കേട്ടിട്ട് അവിടെ തന്നെ തന്റെ ദൂതനെ അയച്ച് ഉറവ തുറന്നു കൊടുത്ത് ആ മകനെയും അമ്മയെയും രക്ഷിച്ച പരമകാരുണ്യനായ സർവശക്തനായ ദൈവത്തെയാണ് ഇന്ന് രാത്രി നാമും ആരാധിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് ഏത് മരുഭൂമിയിലിരുന്ന് നീ നിലവിളിച്ചാലും ദൈവം തന്റെ ദൂതനെ അയക്കും. ഞാൻ ആ ഭാഗം വായിച്ചു വരുമ്പോ എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കുണ്ട്. സ്തോത്രം. ദൈവം ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി കേട്ടു. സ്തോത്രം. ബാലനും ഹാഗാറും ഇരിക്കുന്നത് എവിടെയാ? മരുഭൂമിയിലാ. സ്തോത്രം. അവർ മരുഭൂമിയിൽ കിടന്ന് നിലവിളിച്ച നിലവിളിയുടെ ശബ്ദം ദൈവം കേട്ടിട്ട് മരുഭൂമിയിൽ അവർ ഇരുന്നിടത്തേക്ക് ദൈവം ഇറങ്ങി വന്നു. ദൈവം തന്റെ ദൂതനെ അയച്ചു. ദൈവം അവിടെ ഇറങ്ങി വരിക. സ്തോത്രം. എന്നിട്ട് അവർ ഇരിക്കുന്ന ഇടത്ത് ഉറവ തുറന്നു കൊടുത്തു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മള് കൊച്ചിയിൽ ഇരുന്നു കൊണ്ട് കർത്താവേന്ന് വിളിച്ചാൽ കോഴിക്കോട് വാ, നിനക്ക് അവിടെ വെച്ച് മറുപടി തരാം എന്ന് പറയുന്ന ദൈവമല്ല. സ്തോത്രം. കൊച്ചിയിലിരുന്ന് അപ്പാന്ന് വിളിച്ചാൽ അവിടെ തന്നെ നിന്ന് അത് കേട്ട് അവിടെ തന്നെ ഉറവ തുറക്കാൻ കഴിവുള്ള ദൈവത്തെയാ നമ്മൾ ഇന്ന് രാത്രിയിലും ആരാധിക്കുന്നത്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, മരുഭൂമിക്കകത്ത് നിന്ന് അവർ നിലവിളിച്ച നിലവിളി കർത്താവ് കേട്ട് അവിടെ ഇറങ്ങി ഉറവ തുറന്നത് കൊണ്ടാണ് യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ആരും, സ്തോത്രം, മലകളിൽ കയറാൻ പോകാത്തത്. തെറ്റിദ്ധരിക്കരുത്. ആ മലയിലോ ഈ മലയിലോ ദൈവമുണ്ട് എന്ന് പറഞ്ഞ് നേർച്ച കാഴ്ചകളും വഴിപാടുകളുമായി
ശരിക്കും വചനം പഠിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒരു മലയിലേക്കും കയറി ചെല്ലാത്തതിന്റെ രഹസ്യം, സ്തോത്രം, നമ്മൾ വീട്ടിൽ കട്ടിലിന്റെ കീഴിലിരുന്ന് അപ്പാന്ന് വിളിച്ചാലും അവിടെ ഇറങ്ങി വരാൻ കഴിവുള്ളവനാ നമ്മുടെ ദൈവം. കാരണം ദൈവം സർവ്വവ്യാപിയാണ്. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഏത് രാജ്യത്തിരുന്ന്, ഏത് വീടിനകത്തിരുന്ന്, ഏത് മുറിക്കകത്തിരുന്ന്, ഏത് അവസ്ഥയ്ക്കകത്തിരുന്ന് ഈ വചനം നീ കേൾക്കുന്ന വ്യക്തിയാണെങ്കിലും ഞാൻ പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയുന്നു, ഷബൽ ഖമസിയാന്തര, കുഞ്ഞേ, നീ ഇരിക്കുന്ന ആ മുറിക്കകത്ത് നിന്റെ പ്രാർത്ഥന കേട്ട് അവിടെ നിനക്ക് ഉത്തരം തരുവാൻ ഈ ദൈവം സർവശക്തനാണ്. അതുകൊണ്ട് നിങ്ങൾ തളർന്ന് പോകുകയും അരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം, നമുക്കത് വ്യക്തമായി കാണുവാനായി സാധിക്കുകയാണ്. സ്തോത്രം, മരുഭൂമിയിൽ ആ ബാലന്റെ നിലവിളി കർത്താവ് കേട്ടു. അതാണ് ശരിക്കും ഇസ്മായേല്. സ്തോത്രം. അതിനുശേഷം ദൈവം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവം ബാലനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ ആ ഭാഗം വായിച്ചതാണ്. അവൻ മരുഭൂമിയിൽ പാർത്തു, വളർന്നപ്പോൾ ഒരു വില്ലാളിയായി തീർന്നു. സ്തോത്രം. ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള അടുത്തൊരു മർമ്മം, ദൈവം കൂടെയുള്ളവർ മരുഭൂമിയിൽ ഇരുന്നാലും വില്ലാളിയാവും. ദൈവം കൂടെ ഇല്ലാത്തവർ കൊട്ടാരത്തിൽ ഇരുന്നാലും ചിലപ്പോൾ തകർന്നു പോകും. സ്തോത്രം. അതുകൊണ്ട് നീയും ഞാനും ചിന്തിക്കേണ്ടത് ദൈവം നമ്മുടെ കൂടെ ഉണ്ടോ എന്നുള്ളതാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പല രാജ്യങ്ങളിലുള്ളവരെ ജോയിൻ ചെയ്ത് ഈ വചനം കേൾക്കണമെന്ന് എനിക്കറിയാം. സ്തോത്രം. ഞാനൊരു കാര്യം വീണ്ടും നിങ്ങളോട് ആവർത്തിച്ച് പറയട്ടെ. ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളുടെ കൊച്ചു വീടിനകത്തിരുന്നാലും അവിടെ വെച്ച് ദൈവം നിങ്ങളെ ഉയർത്താൻ സർവശക്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം. എന്നാൽ ദൈവം കൂടെ ഇല്ലാതെ നിങ്ങൾ ലണ്ടനിലോ അമേരിക്കയിലോ പോയാലും അവിടെ നിങ്ങൾക്ക് വാതിലുകൾ തുറക്കപ്പെടണമെന്നില്ല. സ്തോത്രം. തെറ്റായി ധരിക്കരുത്. ആരെയും സങ്കടപ്പെടുത്താനല്ല ഞാൻ അങ്ങനെ പറയുന്നത്. സ്തോത്രം. നിങ്ങളുടെ ജീവിതയാത്രയിൽ ദൈവം കൂടെയുണ്ടോ എന്ന് ചിന്തിക്കുക. കാരണം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാത്ത, ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത മരുഭൂമിയുടെ നടുവിൽ ദൈവം ബാലനോട് കൂടെ ഇരുന്ന് അവിടെ വെച്ച് അവനെ വില്ലാളിയാക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ നീ ഏത് രാജ്യത്തിരിക്കുന്നു എന്നതിലല്ല, നിന്റെ കൂടെ ദൈവം ഉണ്ടോ എന്നതിലാണ് കാര്യം. ദൈവം കൂടെ ഉണ്ടായിട്ട് നീ കടൽ ഛേദത്തിൽപ്പെട്ടാലും നിന്റെ തലമുടി പോലും താഴെ വീഴത്തില്ല. ദൈവം നിന്റെ കൂടെ ഇരിക്കാമെങ്കിൽ ഈ ചൂളയിലൂടെ നീ പോയാലും നിന്റെ ഒരു രോമം പോലും കരിഞ്ഞു വീഴുകയില്ല. ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സിംഹക്കൂട്ടിൽ നീ വീണാലും ആ സിംഹത്തിന്റെ വായടയല്ലാതെ നിനക്കൊരു ദോഷവും വരില്ല. എന്നാൽ ദൈവം കൂടെ ഇല്ലാത്ത നീ പട്ടുമെത്തയിൽ കിടന്നാലും അത് തകർച്ചയിലേ അവസാനിക്കും. അതുകൊണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് നിന്റെ വഴികളിൽ ഉണ്ടോ എന്ന് ശരിക്കും ഒന്ന് ചിന്തിക്കണം. അതിനുവേണ്ടി പ്രധാനമായും വേണ്ടത് മാനസാന്തരമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഹിതപ്രകാരം ഓടുകയല്ല നമ്മൾ വേണ്ടത്. ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക വേണ്ടത്. നമ്മുടെ കാര്യങ്ങൾ നടത്താൻ ദൈവത്തെ വിളിച്ചൊടുക്കുകയല്ല വേണ്ടത്. ദൈവത്തിന്റെ വഴികളിലേക്ക് നാം വരികയാണ് വേണ്ടത്. അതാണ് യഥാർത്ഥ ദൈവഹിതം. ബൈബിളിൽ ഒരു വചനമുണ്ട്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ 15-ാമത് വയസ്സിൽ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ എനിക്ക് 37 വയസ്സുണ്ട്. കഴിഞ്ഞ 22 വർഷം ഏഴയാകുന്ന എന്നെ കർത്താവ് താങ്ങി നടത്തി. തിരിഞ്ഞു നോക്കിയാൽ എത്രയോ അത്ഭുതകരമായത്. ഓരോ നാളിലും അപ്പൻ കരുതിയ വിധങ്ങൾ. എന്നെ കേൾക്കുന്ന പ്രിയരെ, 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങുമ്പോൾ നീ എങ്ങനെ ജീവിക്കും, നിന്റെ ഭാവി എന്താകുമെന്നൊക്കെ ഒത്തിരി പേരെന്നോട് ചോദിച്ചിരുന്നു. ആ ചോദിച്ചവരെക്കാൾ നന്നായി ഇന്ന് ദൈവം നടത്തുക. സ്തോത്രം. ഞാൻ അതുകൊണ്ട് വീണ്ടും നിങ്ങളോട് പറയുന്നു, ഒരു ഷോർട്ട് കട്ടിന് നീ പോകാതെ, നിന്റെ ബുദ്ധി കൊണ്ട് നീ വളഞ്ഞ വഴികൾ ചിന്തിക്കാതെ ദൈവവചനപ്രകാരം താഴ്മയോടെ ജീവിക്കാമെങ്കിൽ നീ ഇരിക്കുന്ന മരുഭൂമിയിലും ദൈവം ഇറങ്ങി വരും. ദൂതനെ വിട്ടുതരും, ഉറവകൾ തുറന്നു തരും. ആരെല്ലാം എത്ര വാതിൽ കൊട്ടിയടച്ചാലും ദൈവം നിനക്ക് തുണയായിരിക്കും. നമ്മൾ ആദ്യം പഠിച്ച ഏലിയാവിന്റെ ചരിത്രത്തിൽ ഇസബേൽ വെല്ലുവിളിച്ചല്ലേ, നിന്റെ ചോര ഞാൻ നായ്ക്ക് നക്കാൻ ഇട്ടുകൊടുക്കുമെന്ന് വെല്ലുവിളിച്ച ഇസബേലിന്റെ രക്തമാണ് നായി നക്കിയത്. ഏലിയാവിനെ ദൈവം മരണം കാണാതെ എടുത്തുകൊള്ളുകയാ ചെയ്തേ. അങ്ങനെയാണെങ്കിൽ ഒരു മനുഷ്യനും പറയുന്ന ശാപമല്ല നിന്റെ ഡെസ്റ്റിനി. ദൈവം നിന്നെ കുറിച്ച് വെച്ചിരിക്കുന്ന പദ്ധതിയാണ് നിന്റെ അവസാനം. അതുകൊണ്ട് ദൈവകുഞ്ഞേ, ഒരിക്കലും മനുഷ്യൻ പറയുന്ന വാക്കുകളെ നീ വലുതായി കാണരുത്. ദൈവം പറയുന്ന സത്യവചനത്തെ നീ മുറുകെ പിടിച്ച് ജീവിക്കൂ. ഏത് മരുഭൂമിയിലും ദൂതനെ ദൈവം അയക്കും. പ്രത്യാശയുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ആമേൻ. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ വീണ്ടും നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം വായിച്ചോളൂ.
അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്തോത്രം. ഇവിടെ നമ്മുടെ ഈ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ ഹെരോദ രാജാവ് സകല യഹൂദ കുഞ്ഞുങ്ങളെയും എബ്രായ കുഞ്ഞുങ്ങളെയും കൊല്ലുവാനായി ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. പഴയ നിയമത്തിന്റെ നായകനായിരുന്നു മോശ. മോശയുടെ ജനനത്തിങ്കൽ ഫറവോ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, എല്ലാ എബ്രായ ശിശുക്കളെയും കൊല്ലാൻ. പുതിയ നിയമത്തിന്റെ നായകൻ കർത്താവായ യേശുവാണ്. പഴയ നിയമ ന്യായപ്രമാണം കൊണ്ടുവന്നത് മോശയാണ്. പഴയ നിയമത്തിന്റെ ലീഡർ മോശയാണ്. പുതിയ നിയമം കൊണ്ടുവരുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ രണ്ട് സ്തോത്രം നിയമങ്ങളുടെയും തുടക്കത്തിൽ കൂട്ട ശിശുവധം മോശയെയാണ് പിശാച് ടാർഗറ്റ് ചെയ്തത്. പുതിയ നിയമത്തിൽ യേശുവിനെയാണ് ടാർഗറ്റ് ചെയ്തത്. പഴയ നിയമത്തിൽ ഫറവോ രാജാവും പുതിയ നിയമത്തിൽ ഹെരോദ രാജാവുമാണ് വില്ലന്മാരായി നമ്മൾ ബൈബിളിൽ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് ഭാഗവും ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പഴയ നിയമത്തിൽ മോശയെ കൊന്നൊടുക്കാൻ കൽപ്പന പുറപ്പെടുവിച്ച അതേ ഫറവോ രാജാവിന്റെ കൊട്ടാരത്തിലിട്ട് അദ്ദേഹത്തിന്റെ പുത്രിയുടെ വളർത്തുമകനായി കൊല്ലാൻ കൽപ്പന പുറപ്പെടുവിച്ച ഫറവോനെ കൊണ്ട് ചെലവും കൊടുപ്പിച്ച് മോശയെ ദൈവം വളർത്തി. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ യേശുവിനെ കൊന്നൊടുക്കുവാൻ കൽപ്പന പുറപ്പെടുവിച്ച ഹെരോദ രാജാവ് മരിച്ചു, യേശു മരണത്തെ ജയിച്ചു. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ഈ ഭാഗത്ത് തുടങ്ങുമ്പോഴേ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം. 10,000 ആളുകൾ നിനക്കെതിരെ ഒന്നിച്ചാക്രോശിച്ചാലും സർവശക്തനായ ദൈവം നിന്നോട് കൂടെ ഉണ്ടെങ്കിൽ നിനക്കൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം ദൈവത്തിന്റെ ദൂതസേന നിനക്ക് ചുറ്റിലും കാവലായിട്ടുണ്ട്. നമ്മൾ ആ ഭാഗമാണ് ഇപ്പോൾ വായിച്ചു കേട്ടത്. ഒന്നുകൂടി അതൊന്ന് വായിക്കാമോ? മത്തായി എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിച്ചോളൂ. അവർ പോയ ശേഷം കർത്താവിന്റെ ദൂതൻ യോസേഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. നീ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടിക്കൊണ്ട് മിസ്രയീമിലേക്ക് ഓടിപ്പോയി ഞാൻ നിന്നോട് പറയും വരെ അവിടെ പാർക്കുക. ഹെരോദാവ് ശിശുവിനെ നശിപ്പിക്കേണ്ടതിന് അവനെ അന്വേഷിപ്പാൻ ഭാവിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇവിടെ നമുക്ക് ഈ ഭാഗം പഠിക്കുമ്പോൾ ഇങ്ങനെ ഹെരോദ രാജാവ് യേശുവിനെ കൊല്ലുവാനായി പദ്ധതി മനസ്സിൽ വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴേക്കും ദൈവം തന്റെ ദൂതനെ യോസഫിന്റെ അടുക്കൽ അയച്ചിട്ട് പറഞ്ഞ കാര്യമാ, യോസഫേ, നീ മറിയയെയും യേശുവിനെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോവുക. സ്തോത്രം. ഇങ്ങനെ ഹെരോദ രാജാവ് കൊച്ചിനെ കൊല്ലാൻ ഭാവിക്കുക. അപ്പൊ ഞാൻ പറയുന്നവരവിടെ പാർത്തോ എന്ന് പറഞ്ഞയക്കുകയാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ വരുന്നു, സാത്താന്റെ അല്ലെങ്കിൽ ഹെരോദ രാജാവിന്റെ മനസ്സിലുള്ള ദുഷ്ടചിന്ത വെളിപ്പെടുത്തി കൊടുക്കുന്നു, പോകേണ്ടുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നു, പോകേണ്ടുന്ന സ്ഥലം പറഞ്ഞു കൊടുക്കുന്നു, എത്ര സമയം പാർക്കണമെന്നുള്ളത് വരെ അവിടെ പറഞ്ഞു കൊടുക്കുന്നു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതസേനയെ ദൈവം അയക്കും. ചുമ്മാ സ്തോത്രം കറക്കിക്കുത്തിനല്ല. നീ എവിടെ പോണം, നീ എവിടെ ആയിരിക്കണം, എത്ര സമയമായിരിക്കണം, ഏത് സ്ഥലത്തായിരിക്കണം, എല്ലാം കൃത്യമായി വെളിപ്പെടുത്താൻ ദൈവം തന്റെ ദൂതനെ വിടും. അതിനൊറ്റ കാര്യം, കർത്താവിന്റെ സന്നിധിയിൽ ഇരിക്കണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. അപ്പോ നമുക്ക് ഈ ഭാഗത്തുനിന്ന് അത് വളരെ വ്യക്തമായിട്ട് കാണുവാനായി കഴിയുക. സ്തോത്രം. വഴി പറഞ്ഞു കൊടുക്കേണ്ടതിന് പ്രവൃത്തി 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വേദഭാഗങ്ങൾ വായിച്ചുകൊള്ളൂ. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
ദൂതൻ അവനോട് അര കെട്ടി ചെരുപ്പ് ഇട്ട് മുറുക്കുക എന്ന് പറഞ്ഞു. അവൻ അങ്ങനെ ചെയ്തു. നിന്റെ വസ്ത്രം പുതച്ച് എന്റെ പിന്നാലെ വരിക എന്ന് പറഞ്ഞു. അവൻ പിന്നാലെ ചെന്നു. ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്ന് അറിയാതെ താനൊരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു. അവർ ഒന്നാം കാവലും രണ്ടാമത്തേതും കടന്ന് പട്ടണത്തിൽ ചെല്ലുന്ന ഇരുമ്പു വാതിൽക്കൽ എത്തി. അത് അവർക്ക് സ്വതവേ തുറന്നു. അവർ പുറത്തിറങ്ങി ഒരു തെരുവ് കടന്നു. ഉടനെ ദൂതൻ അവനെ വിട്ടുപോയി. പത്രോസിന് സുബോധം വന്നിട്ട് കർത്താവ് തന്റെ ദൂതനെ അയച്ചു ഹെരോദാവിന്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിന്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു എന്ന് അവൻ പറഞ്ഞു. സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, എനിക്ക് തോന്നുന്നു ഇവിടുത്തെ എന്റെ ഇന്റർനെറ്റ് കണക്ഷൻ കുറച്ച് ഇതില് ഇന്ററപ്ഷൻ എല്ലാം ഉണ്ട്. എന്നാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുകയാണ്. ടുന്ന കാര്യമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. ഹെരോദ രാജാവ് പത്രോസ് അപ്പോസ്തലനെ ജയിലിനകത്തേക്ക് പിടിച്ച് ഇടാൻ ആ അധ്യായത്തിന് ആദ്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി എന്നറിഞ്ഞപ്പോ പത്രോസിനെയും കൂടെ പിടിച്ചു. അപ്പൊ യാക്കോബ് അപ്പോസ്തലനെ വാളുകൊണ്ട് വെട്ടി കൊന്നു കളഞ്ഞു. അത് കഴിഞ്ഞപ്പം പത്രോസ് അപ്പോസ്തലനെ പിടിച്ചിരിക്കുക. സ്തോത്രം. യാക്കോബിനെ കൊന്നു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ പ്രസാദം കിട്ടി. അപ്പോ പത്രോസിനെയും പിടിച്ചിരിക്കുക. സ്തോത്രം. ഇനി അദ്ദേഹത്തെ കൂടെ കൊന്നു കഴിയുമ്പോൾ യഹൂദന്മാരുടെ വോട്ട് അധികമായി കിട്ടും ഹെരോദാവിന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പത്രോസ് അപ്പോസ്തലനെ ശ്രദ്ധയോടെ കാക്കേണ്ടതിന് അന്ന് രാത്രി ജയിലിനകത്ത് അടയ്ക്കുകയാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് 16 ചേവകരെ കാവലാക്കി 4 ചേവകർ വീതമുള്ള 4 കൂട്ടത്തിനെ ഏൽപ്പിച്ചെന്നാണ് പ്രാരംഭ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ഒരു രാത്രി പത്രോസിനെ കാവൽ ചെയ്യാൻ 16 ചേവകരെ നിർത്തി. എന്നിട്ടും ഹെരോദാവിന് തൃപ്തിയില്ല. 3 വാതിലുകൾ അടച്ചു. 1-ാം വാതിൽ, 2-ാം വാതിൽ, പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ. എന്നിട്ടും ഹെരോദാവിന് തൃപ്തിയില്ല. ഇടതും വലതും ഉറങ്ങുമ്പോൾ കൂടി, സ്തോത്രം, 2 പടയാളികളെ കാവലാക്കിയെന്ന് അവിടെയുണ്ട്. എന്നിട്ട് തൃപ്തിയില്ലാഞ്ഞിട്ട് പത്രോസിന്റെ കൈയും കാലും കൂടെ ചങ്ങലക്കിട്ടെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു രാത്രി പത്രോസ് ഒരിക്കലും രക്ഷപ്പെടരുത് എന്ന് പറഞ്ഞ അന്താരാഷ്ട്ര ക്രിമിനലുകളെ കൊടുക്കുന്ന അല്ലെങ്കിൽ അവരെ ബന്ധിച്ച് കാക്കുന്നത് പോലെ 16 ചേവകരെ കാവലാക്കി 3 വാതിലുകൾ അടച്ചുപൂട്ടി കൈയും കാലും ചങ്ങലക്കകത്തിട്ട് ഉറങ്ങുമ്പോൾ കൂടി അപ്പുറത്തും ഇപ്പുറത്തും 2 പടയാളികളെ കാവൽ നിർത്തിയിട്ടും അന്ന് രാത്രി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചപ്പോ കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങി. ആറയിൽ ഒരു വെളിച്ചം പ്രകാശിച്ചു. ദൂതൻ അവിടെ ഇറങ്ങി വന്നപ്പോ 16 ചേവകരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതം. സ്തോത്രം. ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നേ, 16 16,000 പേര് നിനക്കെതിരെ നിന്നാലും തമ്പുരാൻ നിനക്ക് അനുകൂലമാണെങ്കിൽ പ്രതികൂലമായിരിക്കാൻ ആർക്കും കഴിയില്ല. സ്തോത്രം. ബൈബിൾ പറയുന്നത് ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരാ? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 16 ചേവകരും ഉറങ്ങിപ്പോയി. ഒരെണ്ണം അതറിഞ്ഞില്ല. സ്തോത്രം. ഇനി പത്രോസും അതറിഞ്ഞില്ല എന്നുള്ളത് അസത്യം. സ്തോത്രം. ദൂതം വന്നേച്ചും അറയിൽ വെളിച്ചം പ്രകാശിച്ചിട്ടൊന്നും പത്രോസ് അറിഞ്ഞില്ല. ദൂതം വന്ന് തട്ടി വിളിച്ചു. ഞാൻ അതാ വീണ്ടും പറയുന്നേ, ദൈവത്തിന്റെ ദൂതന് കൈകളുണ്ട്. സ്തോത്രം. ഈ ഉലകത്തിന്റെ സകല കരങ്ങളും ബലഹീനമായാലും ശക്തിയുള്ള ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇന്ന് രാത്രിയും ബലത്തോടിരിക്കുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാ. നിങ്ങൾ ആരും വിഷമിക്കണ്ട. നമ്മളെ കൈത്താങ്ങാൻ ജീവനുള്ള ദൈവമുണ്ട്. പ്രത്യാശയുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയാ. സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവിന്റെ ദൂതൻ അവിടെ ഇറങ്ങി വരിക. എന്നിട്ട് പത്രോസിനെ തട്ടി വിളിച്ചു. നീ വേഗം എഴുന്നേക്കാൻ പറഞ്ഞു. അപ്പൊ പത്രോസ് വെപ്രാളം പിടിച്ച് എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ദൂതൻ പറയുക, പത്രോസേ, വേഗം നിന്റെ വസ്ത്രം എടുത്ത് പുതയ്ക്ക്, അരയിൽ ബെൽറ്റ് കെട്ട്, സ്തോത്രം, ചെരുപ്പിട്. എന്ത് കൃത്യമായിട്ടാ പറഞ്ഞു കൊടുക്കുന്നത്. കാരണം ഈ ഉറക്കപ്പിച്ചിൽ എഴുന്നേറ്റ് വരുമ്പോ
ചിലപ്പോ ഇനി ചെരുപ്പും പുതപ്പൊക്കെ എടുക്കാൻ മറന്നുപോയാലോ ഓർത്തിട്ടായിരിക്കാം ദൂതൻ അത് പറഞ്ഞു കൊടുക്കുക. നീ സ്തോത്രം അരകെട്ടി ചെരുപ്പിടുക, സ്തോത്രം അരകെട്ടി മുറുക്കുക, വസ്ത്രം പുതച്ചെന്റെ പിന്നാലെ വരിക. അപ്പൊ ദൂതൻ മുമ്പേ നടക്കുക, സ്തോത്രം. എന്നിട്ട് ബൈബിൾ പറയുന്നത് ഒന്നാം വാതിൽ എത്തി, അത് തുറന്നു. രണ്ടാം വാതിലെത്തി, അത് തുറന്നു. ഇതിന്റെ ഇടയിൽ നടന്നൊരു സംഭവമുണ്ട്. ഇത്രയും കാര്യം ദൂതൻ പറഞ്ഞപ്പോ തന്നെ പത്രോസിന്റെ കയ്യിലെ ചങ്ങല വീണു പോയെന്നും അവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഒന്നാം വാതിലും രണ്ടാം വാതിലും കടന്ന് പട്ടണത്തിന്റെ അവർക്ക് സ്വതവേ തുറന്നു. ആമത്താഴിട്ട് പൂട്ടിയ വാതില അത് തമ്പുരാൻ തുറന്നു. അതുകൊണ്ടാ ഞാൻ ഒരു കാര്യം പറയുന്നത്, നീ തുറന്നാൽ, ഈ പണ്ട് ഭക്തന്മാരൊക്കെ ഇങ്ങനെ പാടിയില്ലേ, നീ തുറന്നാൽ അത് അടയ്ക്കുവതാര്, നീ അടച്ചാൽ അത് തുറക്കുവതാര്. ഈ ഉലകത്തിൽ എത്ര കോടിക്കണക്കിന് ടൈപ്പ് താക്കോലുകൾ കണ്ടുപിടിച്ചാലും സകലത്തിന്റെ മാസ്റ്റർ കീ ദൈവത്തിന്റെ കയ്യിലുണ്ട്. തമ്പുരാൻ ഒരു വാക്ക് പറഞ്ഞാൽ ഏത് പൂട്ടും അഴിഞ്ഞ് താഴെ പോകും. സ്തോത്രം. അതിന് ഉത്തമ തെളിവാ പച്ചയ്ക്ക് പച്ച വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആമേൻ, ആ ദൂതൻ, സ്തോത്രം, ആമേൻ, മുൻപേ നടന്നു. ആ പട്ടണത്തിന്റെ ഇരുമ്പുവാതിലെത്തിയപ്പോൾ അതും അവർക്ക് തുറന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആമേൻ, സ്തോത്രം, ഒരു തെരുവ് കടന്നതും ആമേൻ ദൂതൻ വിട്ടുപോയി. അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാ? പത്രോസിന് സുബോധം വന്നിട്ട്, സ്തോത്രം, ഈ ദൂതൻ മുഖാന്തരം സംഭവിച്ചത് വാസ്തവമെന്നറിയാതെ താൻ ഒരു ദർശനം കാണുന്നു എന്ന് നിരൂപിച്ചു എന്നാണ്. ഇത്രയും സംഭവങ്ങൾ സ്വപ്നമായിരുന്നില്ല, സത്യമായിരുന്നു. വിശ്വസിക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആമേൻ, സ്തോത്രം, ഇങ്ങനെ താൻ വിശ്രമിക്കുന്ന സമയം 16 ചേവകരെ കണ്ടുകൊണ്ടാണ് വിശ്രമിച്ചത്. സകല വാതിലുകളും അടച്ചു കിടക്കുന്നതാണ് താൻ കാണുന്നത്. തന്റെ കണ്ണുകൾ അടഞ്ഞിരിക്കുന്ന സമയം തന്റെ കൈകളിൽ ചങ്ങലകൾ ഉണ്ടായിരുന്നു. എന്നാൽ തന്റെ കണ്ണു തുറന്ന് താൻ കാരാഗ്രഹത്തിനകത്തല്ല, പൂർണ്ണമായി 3 വാതിലുകൾ തുറന്ന് താൻ വെളിയിലായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ വീണ്ടും ഞാൻ വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കാമെങ്കിൽ, പ്രാർത്ഥനയോടെ നിലനിൽക്കാമെങ്കിൽ, ആമേൻ, നീ ഇപ്പോൾ കാണുന്നതൊന്നുമല്ല, നിനക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത വിശാല വഴികൾ സർവശക്തൻ നിന്റെ മുമ്പിൽ തുറന്നു തരും. ഇതിനൊരൊറ്റ പദം, ആമേൻ, അബ്രഹാം പറഞ്ഞതുപോലെ, പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ സേവിച്ചു വരുന്ന എന്റെ യഹോവ. സ്തോത്രം. അപ്പോൾ കർത്താവായ യേശുവിനെ തന്നെ നിങ്ങൾ വചനപ്രകാരം സേവിക്കണം. അങ്ങനെ സേവിക്കാമെങ്കിൽ ഒരു ദോഷം വരും. ഇങ്ങനെ ഒരു സംഭവം ശരിക്കും സാധു സുന്ദർ സിംഗിന്റെ ജീവചരിത്രം പഠിക്കുമ്പോൾ നമുക്കിത് കാണാനായി സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ, സാധു സുന്ദർ സിംഗിനെ ടിബറ്റില് കർത്താവിന്റെ വേലയ്ക്ക് പോയ സമയം അവിടെയുള്ളവരെ പിടിച്ചു. അവിടെയുള്ളവരെ പിടിച്ചിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സുന്ദർ സിംഗിനെ പൊട്ടക്കിണറ്റിലേക്ക് എടുത്തിട്ടു. അപ്പൊ ഈ ടിബറ്റില് കൊല ചെയ്യുന്ന 1-2 രീതികള്, ഈ മാടിന്റെ തോല്, പോത്തിന്റെയൊക്കെ തോലെടുത്തിട്ട് അതിൽ ജീവനുള്ള മനുഷ്യനെ പൊതിഞ്ഞു കെട്ടി തുന്നിക്കെട്ടും. എന്നിട്ട് ചന്തയിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ഇഞ്ചിഞ്ചായി ആവിച്ച് ശ്വാസം മുട്ടി അയാൾ അവിടെ കിടന്ന് മരിക്കും. ഇത് ചന്തയിലുള്ളവരെല്ലാവരും കാണും. കുറ്റവാളികളെ ശിക്ഷിക്കുന്ന രീതിയാണ്. മറ്റൊരു രീതി, ആഴത്തിലുള്ള പൊട്ടക്കിണറിൽ വലിച്ചെറിഞ്ഞ് കൊല്ലും. സിംഗ് സുവിശേഷവുമായി അവിടെ എത്തിയപ്പോ, തിബറ്റിലെത്തിയപ്പോ അവിടുത്തെ ലാമമാരൊക്കെ പിടിച്ചു. എന്നുവെച്ച് ഇയാളെ പൊട്ടക്കിണറ്റിലേക്കിട്ട് കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ വിധി നടപ്പാക്കി. സകലരും കാണുക, പിടിച്ചു, വിസ്തരിച്ചു, നേരെ പൊട്ടക്കിണറിലേക്ക് ഇട്ടു. ഇതൊരു കഥയല്ല, യഥാർത്ഥമായി നടന്ന കാര്യമാണ്. സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പൊട്ടക്കിണറിലേക്ക് വീണു. അതിന്റെ വായ് മൂടിക്കെട്ടി. സ്തോത്രം. താക്കോല് ലാമ കയ്യിൽ വെച്ചു. അപ്പോ സുന്ദർ സിംഗ് ആ വീഴ്ചയുടെ ആഘാതത്തില് തന്റെ കൈ അല്പം ഒന്ന് ഉളുക്കി. അതല്ലാതെ തനിക്ക് മറ്റൊരു ദോഷവും പറ്റിയിരുന്നില്ല. തന്റെ ഒരു അസ്ഥി പോലും ദൈവത്തിന്റെ സ്നേഹത്താൽ ഒടിഞ്ഞിരുന്നില്ല. ഈ പൊട്ടക്കിണറിൽ താൻ വീണ് കിടക്കുമ്പോ തനിക്ക് മുമ്പേ വീണ് കിടക്കുന്ന ആളുകളുടെ ചീഞ്ഞളിഞ്ഞ മാംസഭാഗങ്ങൾ, അസ്ഥിക്കൂടങ്ങൾ, അതിൽ നിന്ന് ഉരുവാകുന്ന ദുർഗന്ധം, പുഴുക്കൾ, കൃമികൾ, ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ ചീഞ്ഞളിഞ്ഞ മൃതദേഹ അവശിഷ്ടങ്ങളോട് ചേർന്ന് താൻ വീണ് കിടക്കുക. എവിടെ പോവും? കിണറിന്ന് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു.
താൻ അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്, പെട്ടെന്നൊരു വലിയ വെളിച്ചം ആ കിണറിലേക്ക് ഇറങ്ങി വന്നു. ഒരു കയർ സാവധാനം അതിലേക്ക് ഇറങ്ങി വന്നു. സുന്ദർ സിംഗെ അതിൽ പിടിച്ചുകൊള്ളുക എന്നൊരു നിയോഗ ശബ്ദമുണ്ടായി. താൻ അതിൽ പിടിച്ചു. ആ കയർ സാവധാനം മേലോട്ടേക്ക് ഉയർന്നു. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ പൊട്ടക്കിണറിൽ നിന്ന് സുന്ദർ സിംഗ് വെളിയെ വന്നു. വെളിയെ വന്നപ്പോഴാണ് ഒരു അത്ഭുതം. ആ കിണറിന്റെ വായ അപ്പോഴും മൂടിക്കെട്ടിയിരിക്കുക. സ്തോത്രം. കയർ കാണാനില്ല, ശബ്ദം കേൾക്കാനില്ല, ഇട്ടു തന്ന ആളുകളെ ഒന്നും കാണാനില്ല. സുന്ദർ സിംഗിന് മനസ്സിലായി, പത്രോസിനെ രക്ഷിച്ചതുപോലെ ദൈവം എന്നെ രക്ഷിച്ചു. യേശുവിനെ നന്ദി പറഞ്ഞ ആ ഭക്തൻ തൊട്ടടുത്തൊരു വഴിയമ്പലത്തിൽ ഒരു വെയിറ്റിംഗ് ഷെഡിൽ പോയി കുറച്ച് സമയം ഒന്ന് വിശ്രമിച്ചിട്ട് നേരെ ചന്തയിലേക്കാ പോയത്. തന്നെ വിസ്തരിച്ച് വിധിച്ച ചന്തയുടെ നടുവിൽ നിന്ന് യേശുവിനെ താൻ പ്രസംഗിച്ചു. എല്ലാവരും കാണുകയല്ലേ വിധിച്ച് താഴോട്ടിട്ടത്. സുന്ദർ സിംഗിനെ കണ്ടവരെല്ലാം അത്ഭുതപ്പെട്ടു, ഭയന്നു. ഈ സംഭവം രാജാവിന്റെ ചെവിയിലെത്തി, ലാമയുടെ ചെവിയിലെത്തി. ഒരു പടയാളി ഓടി വന്നിട്ട് പറഞ്ഞു, തിരുമേനി, സ്തോത്രം, ഞാൻ നമ്മുടെ ഭാഷയിലാട്ടോ പറയുന്നേ, തിരുമേനി അങ്ങ് ബന്ധിച്ചിട്ടാ, സുന്ദർ സിംഗ് എവിടെയാ? നേരം അദ്ദേഹം പറഞ്ഞു, സുന്ദർ സിംഗോ പൊട്ടക്കിണറ്റിൽ വീണല്ലോ, അയാളിപ്പോ മരിച്ചു കാണും. അയാളെ പൂട്ടിയ താക്കോൽ എന്റെ കയ്യില്. അന്നേരം അദ്ദേഹം പറഞ്ഞു, താക്കോല് മാത്രം അങ്ങയുടെ കയ്യിലുള്ളൂ. സ്തോത്രം. അവൻ ആ ചന്തയിൽ നിന്ന് പ്രസംഗിക്കുന്നെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അയാൾ ഞെട്ടിപ്പോയി. ഓടി ചന്തയിൽ വന്ന് നോക്കുമ്പോൾ സുന്ദർ സിംഗ് ജീവനോടെ നിന്ന് ഒരു പോറൽ കൂടെ ഇല്ലാതെ കർത്താവിനെ പ്രസംഗിക്കുന്നത് കണ്ടപ്പോ ഈ ലാമ രാജാവ് ഭയന്ന് അയാളുടെ മുമ്പിൽ മുട്ടുകുത്തിക്കൊണ്ട് പറഞ്ഞു, അങ്ങയെ പൊട്ടക്കിണറിൽ ഇട്ടത് കൊണ്ട് ഞാൻ ഭയപ്പെടുന്നു. അങ്ങയുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏത് പൊട്ടക്കിണറിനകത്ത് വീണാലും നിനക്ക് വഴി കാണിക്കാൻ ജീവനുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയിൽ നമുക്കായിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ആമൻ, ഹെരോദാവ് സ്തോത്ര ശിശുവിനെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദൂതനെ അയച്ച് വഴി പറഞ്ഞു കൊടുത്ത ദൈവം. സ്തോത്രം. പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുമ്പോൾ തന്റെ ദൂതനെ അയച്ച് പത്രോസിനെ വെളിയിൽ കൊണ്ടുവന്ന ദൈവം, ആ ദൈവം നമ്മുടെ ദൈവമാണ്. വിശ്വാസമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഇതേ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ കാണുന്നു. ഇതുകൂടെ വായിച്ചുകൊണ്ട് നമുക്ക് ആമൻ ജസ്റ്റ് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം വായിച്ചോളൂ. എന്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ നിന്ന്, പൗലോസെ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ഒക്കെയും ദൈവം നിനക്ക് ദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്, അപ്പോസ്തലനായ പൗലോസ് ബന്ധിക്കപ്പെട്ടവനായി കൈസർ ചക്രവർത്തിയുടെ അടുക്കലേക്ക് പോവുകയാണ്. ഇങ്ങനെ ബന്ധിക്കപ്പെട്ടവനായി കൈസർ ചക്രവർത്തിയുടെ അടുക്കലേക്ക് പൗലോസ് പോകുമ്പോൾ കപ്പലിലൂടെയാണ് തന്നെ കൊണ്ടുപോകുന്നത്. തന്നെ ഒരു കള്ളനെ പോലെയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ പോകുന്ന സമയം പൗലോസ് പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തി, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ തുറമുഖത്ത് തന്നെ ഇപ്പോൾ ഇരിക്കണം. ഇവിടെ നിന്ന് നിങ്ങൾ ഇപ്പോൾ കപ്പലെടുത്താൽ നിങ്ങളുടെ കപ്പലിനും ചരക്കിനും മാത്രമല്ല പ്രാണന് വരെ ഹാനി വരും. ഇത് ദൈവം വെളിപ്പെടുത്തി. പൗലോസ് അപ്പോസ്തലൻ ക്യാപ്റ്റനോട് കാര്യം പറഞ്ഞു, ദയവ് ചെയ്ത് കുറച്ചു നാളത്തേക്ക് ഇവിടെ നിന്ന് നമ്മൾ പോകരുത്. പോയാൽ കപ്പലിനും ചരക്കിനും നമ്മുടെ പ്രാണന് വരെ ഹാനി വരുമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞു. എവിടെന്ന്? അതൊക്കെ നമ്മൾ ആ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. പക്ഷേ ഇതൊന്നും ക്യാപ്റ്റൻ വില കൊണ്ടില്ല. ഒരു കള്ളന്റെ വാക്കയറി കേൾക്കുവോ? അങ്ങനെ അയാള് സ്തോത്രം എന്താ പറയാ, അന്നത്തെ കാലത്തുണ്ടായിരുന്ന ടെക്നോളജി ഒക്കെ വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ടേക്ക് കപ്പലെടുത്തു. ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ഈശാന മൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചു. കൊടുങ്കാറ്റിന് മുമ്പിൽ കപ്പലിന് നിൽക്കാൻ പറ്റാതെയായി. സ്തോത്രം. പെരുമ്പായി വലിച്ചു കെട്ടി. സ്തോത്രം. അതിന്റെ കൺട്രോളൊക്കെ തകർന്നു പോയി. ആ അമരം ഉടഞ്ഞുപോയി. സ്തോത്രം. അവർ കാറ്റിനനുസരിച്ച് മാറിപ്പോയി. അതെല്ലാം ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഏകദേശം 16 ദിവസത്തോളം സൂര്യനെയോ
ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ കാണാൻ കഴിയാതെ അതിരിയ കടലിൽ അപ്പോസ്തലനായ പൗലോസിനും കൂടെയുള്ള 276 ആളുകൾക്കും സ്തോത്രം ഉഴന്ന് നടക്കേണ്ട ഗതികേട് വന്നു. ആമേൻ. ഇങ്ങനെ 14-ാമത്തെ ദിവസം ആയപ്പോഴേക്കും ഇവര് 14 ദിവസമായി ഒന്നും കഴിച്ചിട്ടില്ല. കപ്പൽ ഇങ്ങനെ ആടി ഒലഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ സൂര്യനെയോ ചന്ദ്രനെയോ നക്ഷത്രങ്ങളെയോ പോലും കണ്ടിട്ട് ദിവസങ്ങളായി. കാരണം എവിടെ നോക്കിയാലും ഈ കാറ്റിങ്ങനെ ആഞ്ഞടിച്ച് വീശുക, ആകാശം മുഴുവൻ ഇരുണ്ട് കറുത്തിരിക്കുക. സ്തോത്രം. അങ്ങനെ ഇവർ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. കഴിക്കാൻ പോലും ഇവർക്ക് പറ്റുന്നില്ല. എങ്ങനെ കഴിക്കും? സ്തോത്രം. ഞാന് അതിന്റെ 1-2 വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് കപ്പലിൽ പോകുന്നൊക്കെ ഞാൻ കണ്ടപ്പോ ചില സമയത്ത് കാറ്റുകൾ ഉണ്ടാകുമ്പോ ഒരു തെങ്ങിനേക്കാൾ വലിപ്പത്തിൽ തിരകൾ ഉയരും. സ്തോത്രം. എന്നിട്ട് അതേ സ്പീഡിൽ താഴോട്ട് വരും. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഇതുപോലെ ഉയരും. ഇങ്ങനെ ഉയർന്ന് ഉയർന്ന് താഴുന്ന സമയം, ആമേൻ, പണ്ടത്തെ കാലത്തെ ടെക്നോളജി ആണെന്ന് നിങ്ങൾ ഓർക്കണം. ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ഒന്ന് ഉയർന്ന് താഴുന്ന സമയം, ഒന്ന് തെറ്റിയാൽ ഇത് മുങ്ങിപ്പോവും. കപ്പൽ തകിടം മറിഞ്ഞ് കടലിലേക്ക് ആഴ്ന്നു പോകും. സ്തോത്രം. അങ്ങനെ ഇവർ രക്ഷപ്പെടുമെന്നുള്ള ആശ പോയി. ഓരോ സെക്കൻഡിലും ഇതിങ്ങനെ കുലുങ്ങി മറയുക. ഇവര് ചരക്കെല്ലാം വാരി വെളിയിലെറിഞ്ഞു, കടലിലെറിഞ്ഞു. എന്ത് കൃത്യമായിട്ടാ ദൈവം ഇടപെട്ട? ചരക്കിനും നാശം വരും. അവർ മുഴുവൻ ചരക്കും വാരി കടലിലെറിഞ്ഞു. സ്തോത്രം. എന്നിട്ടും രക്ഷപ്പെടത്തില്ല എന്ന് മനസ്സിലായി. അങ്ങനെ 14 ദിവസമായിട്ട് പട്ടിണി കിടക്കുക. ടേനി മൂമെന്റ്, ഈ കടലിന്റെ ആഴങ്ങളിൽ ഞങ്ങൾ തീർന്നു പോകും എന്നവർക്ക് ബോധ്യമായി. ആ സമയമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച വാക്യം. ആമേൻ. സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായം 23-ാം വാക്യത്തിൽ പൗലോസ് പറയുക, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു പോരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രിയിൽ എന്റെ അടുക്കൽ വാ. പൗലോസേ, നീ ഭയപ്പെടാൻ. സ്തോത്രം. ഹല്ലേലൂയ. നിന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരുടെ ജീവനെ അടക്കം കർത്താവ് നിനക്ക് തരും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് നമുക്ക് കൊടുക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, ഏകദേശം 276 ആളുകൾ കപ്പലിൽ ഉണ്ടായിരുന്നു. ഈ കൂട്ടത്തിൽ രക്ഷിക്കപ്പെട്ടത് പൗലോസ് മാത്രമേ ഉള്ളൂ. ബാക്കി 275 ആളുകളും പല ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. യേശുവിനെ ആരാധിക്കുന്ന പൗലോസ് മാത്രമേ ഉള്ളല്ലോ. ബാക്കി എല്ലാവരും പല ദൈവങ്ങളെ ആരാധിക്കുന്നവരാ. ഞാൻ പറയാറുണ്ട്, സൂര്യൻ അവർക്ക് ദേവനാണ്, ചന്ദ്രൻ അവർക്ക് ദേവനാണ്, നക്ഷത്രങ്ങൾ അവർക്ക് ദൈവങ്ങളാണ്. സ്തോത്രം. നക്ഷത്രങ്ങളെ ആരാധിക്കുന്ന, നക്ഷത്ര ദേവന്മാരെ പൂജിക്കുന്നവരെ നിങ്ങൾക്കറിയാലോ. സ്തോത്രം. ആമേൻ. ചൊവ്വ ദോഷമെന്നും കണ്ടകശിനി എന്നും ശുക്രൻ എന്നൊക്കെ പറഞ്ഞു ചെയ്യുന്ന ആളുകളും പലതും നോക്കുന്നൊക്കെ നിങ്ങൾക്കും അറിയാമല്ലോ. സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കുക, നക്ഷത്രങ്ങളൊക്കെ ദേവന്മാരാ. ആമേൻ. അതിലെ പലതിനെയും ഇവർ ആരാധിക്കുന്നുണ്ട്. ആമേൻ. ഇനി അത് മാത്രമോ, സമുദ്രം അവർക്ക് ദേവതയാ, ഭൂമി പോലും അവർക്ക് ദേവിയാ. സ്തോത്രം. പർവ്വത ദേവന്മാരുണ്ട് അവർക്ക്, താഴ്വര ദൈവങ്ങളുണ്ട്. ആമേൻ. എന്റെ ചോദ്യം, ഒരു പൗലോസ് മാത്രമേ ആ കടലിനകത്ത് യേശുവിനെ ആരാധിക്കുന്നവനുള്ളൂ. ബാക്കി 275 പേർക്കും സൂര്യൻ ദേവൻ, ചന്ദ്രൻ ദേവൻ, സമുദ്രം ദേവത, ഭൂമി ദേവി, ആമൻ, പർവ്വതം ദേവൻ, താഴ്വര ദൈവം. ആമൻ. എന്നിട്ട് 275 പേരുടെയും ദേവി ദേവന്മാരാരും ഒരാൾ പോലും ആ കടലിനകത്ത് വന്നില്ല. പക്ഷെ പൗലോസ് പറയുക, എന്റെ ഉടയവനും ഞാൻ സേവിച്ചു പോരുന്നവനുമായ ദൈവത്തിന്റെ ദൂതൻ വന്നു, എന്നോട് ആലോചനയും പറഞ്ഞു, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാണന് ഹാനി വരില്ല. നീ ഈ കപ്പലിൽ ഉള്ളത് കൊണ്ട് നിന്നോടൊപ്പം ബാക്കി 275 പേരുടെ പ്രാണനും ഹാനി വരാതെ ദൈവം സൂക്ഷിക്കും. മനസ്സിലാക്കുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദൈവങ്ങൾക്കും ഇറങ്ങി വരാൻ കഴിയാത്തിടത്ത് യേശു ഇറങ്ങി വരും. സ്തോത്രം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 19-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാർ ഇരുന്നിടത്ത് യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നു. സകല വാതിലും അടച്ചിരുന്നാലും സ്തോത്രം, കർത്താവ് അതിന്റെ നടുക്ക് ഇറങ്ങി വരുന്ന ദൈവ. അത് കാറ്റിൽ ഇറങ്ങി വരും, കടലിന് നടുവിൽ ഇറങ്ങി വരും, കാരാഗ്രഹത്തിലായാലും ആ ദൈവം ഇറങ്ങി വരും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ആരും ഭാരപ്പെടേണ്ട കേട്ടോ. ഈ വചനപ്രകാരം ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയട്ടെ. സ്തോത്രം. ഒരു പൗലോസ് പ്രാർത്ഥിക്കുന്നവനായി അതിരിയ കടലിൽ ഇരുന്നപ്പോൾ പ്രാർത്ഥിക്കാത്ത 275 പേരുടെ പ്രാണനെ പ്രാർത്ഥിക്കുന്ന ഒരു പൗലോസിലൂടെ ദൈവം വിടുവിച്ചെങ്കിൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, പ്രാർത്ഥിക്കുന്ന ഒരാള് ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ വീട് തകരാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ വീണ്ടും ആവർത്തിച്ചുറപ്പിച്ചു പറയുന്നു, നിന്റെ ഭവനത്തിൽ നീ ഒരാളെങ്കിലും പ്രാർത്ഥനയിൽ ഉണർന്നു വരാമെങ്കിൽ നിന്റെ ഭവനം നാശമാകാൻ
എന്റെ കർത്താവ് അനുവദിക്കുകയില്ല. സ്തോത്രം. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ ധൈര്യമായി പറയുന്നത്, സഹോദരങ്ങളെ, നിങ്ങൾ ആരും അതുകൊണ്ട് ഭയപ്പെടേണ്ട. ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതുപോലെ, സ്തോത്രം, ആമേൻ, ഈ യാത്ര നമ്മൾ അവിടെ നിന്ന് എടുക്കാതിരിക്കണമായിരുന്നു. അന്ന് ദൈവം സംസാരിച്ചതല്ലേ, നമുക്ക് അപകടം വരും, മരണം വരും, പ്രാണനും ചരക്കും കപ്പലുമെല്ലാം തകരും. നിങ്ങൾ അത് കേട്ടില്ല. എങ്കിലും ഇപ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾ ധൈര്യപ്പെടുവേ, ആഹാരം കഴിക്കുവേ. എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. ആ ദൈവം നമ്മെ കരക്കെത്തിക്കും. എങ്കിലും കപ്പൽ മാത്രം, സ്തോത്രം, ഒരു പാറയിൽ തട്ടി തകരേണ്ടതാകുന്നു എന്ന് ആത്മാവിൽ ദൂത് പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിച്ചു. ആ കപ്പൽ പാറയിൽ തട്ടി തകർന്നു പോയി. എന്നാൽ ഒരു കുഞ്ഞു പോലും, ആമൻ, ആ കടലിൽ മുങ്ങി മരിക്കാതെ, ആമൻ, നീന്തൽ അറിയാവുന്നവർ നീന്തിയും അല്ലാത്തവർ കപ്പൽ കണ്ണങ്ങളിലൊക്കെ പിടിച്ചു. സ്തോത്രം. നേരെ മെലീത്ത ദ്വീപിലെത്തി എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാനായി സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ആമൻ, ഏത് മരണക്കയത്തിലും നിനക്ക് വഴി കാണിക്കാൻ ദൈവം തന്റെ ദൂതനെ വിടും. പ്രത്യാശയുള്ളവർ ചേർന്ന് ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ഈ മെസ്സേജ് ഒത്തിരി ഉണ്ട്. ഇതിങ്ങനെ പോയാൽ നിറയെ പോണം. സ്തോത്രം, ഹല്ലേലൂയ. എങ്കിലും ഇന്ന് രാത്രി നമുക്ക് കേട്ട ദൂതുകൾക്ക് മുമ്പില് നമുക്ക് നമ്മെ തന്നെ ഒന്ന് താഴ്ത്താം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടല്ലോ. ഞാൻ എന്റെ ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. സ്തോത്രം. നമ്മുടെ വഴികൾക്ക് മുമ്പിൽ ദൈവദൂതന്മാരുണ്ട്. ചെറിയവർക്ക് വേണ്ടി ദൈവദൂതന്മാരുണ്ട്. സ്തോത്രം. തക്ക തുണയെ തരുവാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. മരുഭൂമിയുടെ നടുവിൽ തളർന്നു കിടന്നാൽ അപ്പവും വെള്ളവുമായി ദൈവം തന്റെ ദൂതനെ അയക്കും. സ്തോത്രം. മരണം മാത്രം ആമൻ, വേറെ ഒരു വഴിയും നമ്മുടെ മുമ്പില്ലാതെ മരുഭൂമിക്കകത്ത് കിടന്നാലും ആകാറിന് വേണ്ടി ഉറവ തുറന്ന ദൈവകരം നമുക്ക് വേണ്ടി ഇറങ്ങി വരും. സ്തോത്രം. ആമൻ. നമ്മെ കൊന്നൊടുക്കുവാൻ രാജാക്കന്മാർ, അധികാരികൾ വിധി പുറപ്പെടുവിച്ചാലും അവിടെ നമ്മെ സേഫായി നടത്തേണ്ടതിന്, വഴി പറയേണ്ടതിന്, ആമൻ, സങ്കേതമൊരുക്കേണ്ടതിന് ദൈവം തന്റെ ദൂതനെ അയച്ചു തരും. എത്ര ആമത്താഴിട്ട് നിന്നെ വിടുവിക്കാൻ അവിടെയും ദൈവം തന്റെ ദൂതനെ അയച്ചു തരും. ഏത് കടലിന് നടുവിൽ ഇനി ഒരു പ്രതീക്ഷയുമില്ലാതെ എല്ലാം അസ്തമിച്ച അവസ്ഥയിൽ നീ കിടന്നാലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ കുഞ്ഞാണ് നീ എങ്കിൽ, നീ അവിടെ ഒറ്റയ്ക്കായിരിക്കില്ല. അവിടെയും ഒരു കര കാണിക്കാൻ ദൈവം തന്റെ ദൂതനെ നിനക്കായി അയച്ചു തരും. ഇന്ന് ഈ വചനം കേൾക്കുന്ന പ്രിയരെ, പ്രാർത്ഥിക്കുവാൻ, വചനം ധ്യാനിക്കുവാൻ നിങ്ങൾ ദൈവസന്നിധിയോട് അടുത്തു വരൂ. നിങ്ങളുടെ ഏത് പോരാട്ടങ്ങളിലും വഴി തുറക്കാൻ ദൈവം തന്റെ ദൂതനെ അയക്കും. നമുക്ക് ദൈവസന്നിധിയിൽ ആമൻ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് ഈ നല്ല രാത്രി ദൈവം ഞങ്ങളോട് ഇടപെട്ട ആലോചനയ്ക്കായി നന്ദി പറയുകയാണ്. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുചിത്വമോനായി സ്തോത്രം. ദൈവം ഇന്ന് നിന്നോട് ഇടപെട്ടതുപോലെ ഈ പ്രാർത്ഥനയിൽ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ദൈവം തന്റെ ദൂതനെ നിനക്ക് വേണ്ടി അയച്ചു തരും. സ്തോത്രം. എല്ലാ വഴികളും അടഞ്ഞ, സ്തോത്രം, ഏലിയാവ് ഇസബേലിന്റെ വെല്ലുവിളിയുടെ മുമ്പിൽ, പ്രതികൂലം നിറഞ്ഞ വാക്കുകളുടെ മുമ്പിൽ മരുഭൂമിയിൽ കിടക്കുമ്പോ, സ്തോത്രം, ദൈവം തന്റെ ദൂതനെ അയച്ച് ഇസബേലിന്റെ ശക്തികളെ തകർത്ത് ഏലിയാവിനെ വിടുവിച്ചെങ്കിൽ നിനക്കെതിരെ ചില വ്യക്തികളുടെ വാക്കുകൾ, ചില ഇസബേലിലെ വെല്ലുവിളികൾ നിൽക്കുന്നതെനിക്ക് കാണാം. പക്ഷേ നീ ധൈര്യപ്പെട്. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, വചനപ്രകാരം ജീവിക്കുന്ന നിനക്കെതിരെ ഒരു ശത്രുവിന്റെ വാക്കുകളും ഫലിക്കുകയില്ല. അധികാരികളും, സ്തോത്രം, മനുഷ്യരും നിനക്കെതിരെ ക്രൂരവാക്കുകൾ പറഞ്ഞാലും നീ അത് വലുതായി കാണേണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുക. ദൈവം നിനക്ക് വഴികൾ തുറന്നുകൊള്ളും. അത്യുന്നതൻ നിന്നോട് കൂടെയുണ്ട്. കർത്താവേ, ലിജീന അനുജത്തിനായി പ്രാർത്ഥിക്കുന്നു. സഹോദരി, നിനക്കും ശക്തമായ ദർശനങ്ങൾ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു വലിയ ലീഡറായി ദൈവം നിന്നെ എടുത്ത് ഉപയോഗിക്കും. ചുഴൽക്കമാനം വരും നാളുകളിൽ അനേക മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കാൻ പരിശുദ്ധാത്മ ശക്തിയോടെ കർത്താവ് നിന്നെ ഉപയോഗിക്കും. നീ പ്രാർത്ഥിക്കുന്ന അനേക വിഷയങ്ങളിൽ ഇതുപോലെ ദൂതസേനകൾ ഇറങ്ങി വരും. മനുഷ്യർ കൊട്ടിയടച്ച വാതിലുകൾ ദൈവത്താൽ നിനക്ക് മുമ്പിൽ തുറന്നു വരും. യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ശ്രുതി ചിറയിൽ യേശുവിന്റെ നാമത്തിൽ ഞാൻ ആ പ്രിയ സഹോദരിയെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, നീ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമകള. ആകാറിന് വേണ്ടി ഉറവ തുറക്കാൻ ദൈവം ദൂതനെ അയച്ച പോലെ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ ഉറവ തുറക്കാൻ ദൈവം നിനക്ക് വേണ്ടി ദൂതനെ വിടും. ഇത് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു ആലോചനയാണ്. ദൂരൽ കമസി കിടക്കുന്ന ബലം. ആകാറിന് മുമ്പിൽ യാതൊരു വഴിയും ഇല്ലാതിരുന്നപ്പോഴാ ഉറവ ദൈവം തുറന്നത്. ഇത് നിന്നോട് ശക്തമായി ദൈവം പറയുന്ന ദൂത. സ്തോത്രം. ഒരു പ്രതീക്ഷയുമില്ലാത്തിടത്ത് ദൈവത്താൽ തന്നെ ഉറവകൾ നിന്റെ മുമ്പിൽ തുറന്നു വരും.
നീ ആരെയും ആശ്രയിക്കണ്ട. ആമൻ. ആശ്രയം വെച്ച് അബ്രഹാം വരെ തള്ളിക്കളഞ്ഞ അവസ്ഥയിലാണ് ആഗാറിന് ദൈവം തുണയായി വന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവം നിനക്ക് തുണയായിരുന്നുകൊള്ളും. നീ തളരാതെ പ്രാർത്ഥിക്കുക. ലിബി ജോർജ്, ദൈവം നിനക്ക് വേണ്ടിയും പ്രവർത്തിക്കും. 3 കാര്യങ്ങൾ പ്രബൽഗമന, 3 പാത്രങ്ങൾ മറഞ്ഞു കിടക്കുന്നത് നിവർത്തി വയ്ക്കുന്ന ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. 3 മറഞ്ഞു കിടക്കുന്ന തിരികളെ നിവർത്തി വെച്ച് തിരികൊളുത്തുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നു. നീ പ്രാർത്ഥിക്കുന്ന 3 വിഷയങ്ങളിൽ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി വെളിപ്പെട്ടു വരും. ദൈവം നിന്നെ നടത്തും. ദൈവം നിനക്ക് വഴികൾ തുറന്നു തരും. യേശുവിന്റെ നാമത്തിൽ പ്രിയമകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ചുഡൽക്കമാനം, വൈശപ്രഭാനം, അധുരഘടകം, വേദപ്രബനബലം, സ്വർഗീയ നല്ല പിതാവേ, റോണിക്കായി സ്തോത്രം. ഈ ശക്തമായൊരു മിനിസ്ട്രി വിളിയുണ്ട്. ഈ സുവിശേഷത്തിന് ഗുണമായിരുന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടാൻ ദൈവിക തെരഞ്ഞെടുപ്പുള്ളൊരു പാത്രമാണ് റോണി. നിങ്ങൾ ഷബൽഖമ, വൈഡപ്രഭ, ദിബൽഖമസ്യ പലരോടും യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുത്തി അവരെ ഉറപ്പിച്ച് കൃപയിൽ കൊണ്ടുവരുവാൻ നിന്റെ മേൽ അതിശക്തമായ ദൈവവിളിയും നിയോഗവും ഞാൻ കാണുകയാണ്. ഹസ്തപ്രഭനം, മധുരഘടകന ബലം, ഒരു പുസ്തകത്തിന്റെ ഒരു പുതിയ താൾ മറയ്ക്കുന്നത് പോലെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്നുള്ള ദൈവശബ്ദം പോലെ നിന്റെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ ഈ ദിവസങ്ങൾ ആരംഭിക്കും. ഇതുവരെ നിന്റെ ജീവിതം എങ്ങനെയിരുന്നോ അതുപോലെ ആയിരിക്കുകയില്ല. പുതിയൊരു ചാപ്റ്റർ തുറക്കുന്നത് പോലെ, പുതിയൊരു അധ്യായം തുറക്കുന്നത് പോലെ ഞാൻ വ്യക്തമായി കാണുകയാണ്. ഒരു പുസ്തകത്തിന്റെ പുതിയ താൾ മറച്ച് ഒരു പുതിയ അധ്യായം തുടങ്ങുന്നത്. അടുത്തൊരു ചുവടുവെപ്പിന് എന്റെ ജീവിതത്തിൽ സമയമായിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രിയമകനെ ഞാൻ അനുഗ്രഹിക്കുന്നു. ജിൻസു, നിന്നെ ദൈവം കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ പണിതുകൊണ്ടിരിക്കുന്ന കാലങ്ങളാണ്. ഷാനപ്രഭാനബലം, ഹസ്തൽപ്രഭാനബലം, വൈശപ്രഭാനബലം, അന്തൽക്കമാനബലം, ഹസ്തപ്രഭനബലം. ഹാലലൂയ. കുശവന്റെ കയ്യിലെ കളിമണ്ണ്, സ്തോത്രം, കുശവൻ എടുത്ത് ആമേൻ അതിനെ ഒറ്റയടിക്ക് പാത്രമാക്കുകയല്ല, നന്നായി ആ മണ്ണിനെ കുഴയ്ക്കും, ഇടിച്ചു പൊടിക്കും. അതിൽ പൊന്തും കോലുമുണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. അതിനുശേഷം തന്റെ കൈകളിൽ ഇണങ്ങുന്ന സമയം അതിനെ നല്ലൊരു പാത്രമാക്കും. നിന്റെ ജീവിതത്തിൽ ഇപ്പോൾ ദൈവം നിന്നെ പരുവപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാ പല സങ്കടങ്ങൾ. വിഷമിക്കണ്ട. നല്ല കുശവന്റെ കയ്യിലാണ് നീ ഇരിക്കുന്നേ. ദൈവം നിന്നെ ഏറ്റവേളയിൽ കൃത്യസമയം വരുമ്പോൾ, തക്ക സമയം വരുമ്പോൾ മാനപാത്രമാക്കി പുറത്തു കൊണ്ടുവന്നുകൊള്ളൂ. യേശുവിന്റെ നാമത്തിൽ പ്രിയമകളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ജോബി പൊൻവേൽ, യേശുവിന്റെ നാമത്തിൽ ആ സഹോദരനായി സ്തോത്രം. എനിക്ക് വലിയൊരു വാഞ്ഛയുണ്ട് ദൈവത്തോടും ദൈവിക വചനങ്ങളോടും ദൈവാത്മ സാന്നിധ്യത്തോടും. യോസഫിനെ പൊട്ടക്കിണറിലിട്ടു. സഹോദരന്മാരെ ഏർന്നിട്ടതാ, പക്ഷെ തമ്പുരാൻ യോസഫിനെ അവിടെ നിന്ന് വലിച്ചു കയറ്റി. പിന്നീട് അടിമ വീട്ടിൽ നിൽക്കേണ്ടി വന്നു, കാരാഗ്രഹത്തിൽ വരെ പോണ്ടി വന്നു. പക്ഷേ അവിടെ നിന്ന് ദൈവം അധികാരിയും മന്ത്രി പദവിയും കൊടുത്ത് യോസഫിനെ ഉയർത്തി. ഷബൽഖമാനബലം. സഹോദര, ഒരു കരം താണുകിടക്കുന്ന നിന്നെ വന്ന് പിടിച്ചു ഉയർത്തുന്നത് ഞാൻ വ്യക്തമായി കാണുകയാണ്. അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ടതില്ല. സർവശക്തൻ കൈപിടിക്കും. കുഴിയിൽ കിടക്കുന്ന നിന്റെ അവസ്ഥയുടെ മേൽ നിനക്കൊരു ഉയർച്ച വരുന്ന ദിവസങ്ങൾ വരും. എന്നും യോസഫിന് പൊട്ടക്കിണറല്ല, എന്നും യോസഫിന് കാരാഗ്രഹമല്ല, എന്നും യോസഫിന് അടിമ വീടല്ല. ആമൻ. അതെല്ലാം അവന്റെ രാജത്വത്തിലേക്കുള്ള വഴികൾ മാത്രമാണ്. സ്തോത്രം. അതുകൊണ്ട് നീ ദിവസങ്ങളിൽ കടന്നു പോകുന്ന പ്രതിസന്ധികളൊക്കെ നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയിലേക്കുള്ള വഴികൾ മാത്രമാണ്. നീ തളർന്നു പോകാതെ മുന്നോട്ട് പോകാൻ ശക്തമായി കർത്താവ് പറയുക. ഷബൽ ഖമസിയാന്തൽ ഖമാനബലം, റബൽ ഖമസിയാതുൽ ഖമാനബലം, രമ്യ ജോഷ്വ, റംസ, വൈഷമ, ഹൽഗമ, അധുരാന, ഹസ്യഘടക. ദൈവിക വെളിപ്പാടുകൾ കർത്താവ് നിനക്ക് കൈമാറും. ദർശനങ്ങളാൽ ദൈവം നിന്നെ നിറയ്ക്കും. വരാനിരിക്കുന്നത് കർത്താവ് നിനക്ക് കാണിച്ചു തരും. ഷബൽ പ്രഭ നബൽ ഖമസി. ഇന്ന് ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞതുപോലെ ദൈവം തന്റെ ദൂതനെ അയച്ചു. സ്തോത്രം. കാരാഗ്രഹത്തിൽ കിടന്ന പത്രോസിനോട് അവൻ ഇടപെട്ടു. ഹല്ലേലൂയ. ഷബൽ പ്രഭ നബൽ ഖമസി അന്തൽ പ്രഭാനബലം. ദൈവം ആലോചന പറഞ്ഞു. അത് മാത്രമല്ല, ദൈവം തന്റെ ദൂതനെ അയച്ച് ഹെരോദാവിന്റെ പ്രതീക്ഷകളിൽ നിന്ന് സ്തോത്രം പത്രോസിനെ രക്ഷിച്ചതുപോലെ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായി സാധിക്കും. ഇത് ശക്തമായി കർത്താവ് നിന്നോട് പറയുന്ന ഒരു ആലോചനയാണ്. ഷാനപ്രഭാന ബലം, അധുരഘടകന ബലം, വൈഡൽ ഖമസി. ഇതുപോലെ ദൈവശബ്ദം നിനക്ക് കേൾക്കാൻ കഴിയും. നീ എവിടെ പോകണം, എങ്ങനെയായിരിക്കണം, എത്ര നാൾ എവിടെ നിൽക്കണം, എല്ലാം കർത്താവ് നിന്നോട് ഇടപെടും.
വസ്ത്രപ്രഭനം ഫിലിപ്പോസ് ദൈവശബ്ദം കേട്ടതുപോലെ ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ഈ നാളുകളിൽ കേൾക്കുവാൻ തുടങ്ങും. ചുടൽ കമസി, നിന്റെ ചുറ്റിലും ഒരു വെള്ളം ചുറ്റി കറങ്ങുന്ന ഒരു കാഴ്ച എനിക്ക് കാണാം. പക്ഷേ ആ വെള്ളത്തിന് നിന്നെ കറക്കാൻ പറ്റുന്നില്ല. ഞാനൊരു അത്ഭുതകരമായ വെളിപ്പാടാണ് കാണുന്നത്. നിന്റെ ചുറ്റിലും വെള്ളം കിടന്ന് മാക്സിമം ചുഴിച്ചുറ്റുക, പക്ഷേ നിനക്ക് ഒരു ചുറ്റലുമില്ല. അതിന്റെ നടുവിൽ നീ കൂളായി നിൽക്കുകയാ. സ്തോത്രം. വെള്ളത്തിൽ കൂടി നീ കടക്കും, വെള്ളം നിന്റെ മേൽ കവിയത്തില്ല. സ്തോത്രം. തീയിൽ കൂടി കടക്കും, ഈ ജ്വാല നിന്നെ ദയിപ്പിക്കത്തില്ല. അതുകൊണ്ട് പ്രതികൂലങ്ങൾ നിനക്കേറെയുണ്ട്, പക്ഷെ നീ മുങ്ങിപ്പോകാതെ ദൈവ സാന്നിധ്യം നിന്നെ നടത്തിക്കൊള്ളും. ആ വെള്ളങ്ങൾ മാറും. നീ പുറത്തു വരുന്ന ദിവസങ്ങൾ വരുമെന്ന് ശക്തമായി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. ലിൻസി ആൻ ജോർജ്, യേശുവിന്റെ നാമത്തിൽ പ്രിയമകളെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഷൗറി ഹൽക്കബസിയാന അധുരഘടകനബല. ഈ ദിവസങ്ങളിൽ തനിച്ചിരുന്ന് വചനം ധ്യാനിക്കണം. കൂടുതൽ സമയം നീ പ്രാർത്ഥിക്കാൻ വേർതിരിക്കണം. ഷബൽ ഖമന, ദൈവത്തിന് നിന്നോട് ഇടപെടാനുണ്ട്. നിന്റെ ജീവിതം ഒരു ചില്ലുകൂട്ടിൽ കിടക്കുന്ന പോലെ ഒരു വെളിപ്പാട് ഞാൻ കാണുന്നു. ഭയപ്പെടേണ്ട, വേറും ഒരു ചില്ലുകൂടാ. ആഞ്ഞൊന്നടിച്ചാൽ ഉടഞ്ഞ് താഴെ വീഴും. അതേ മോളെ, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ബന്ധിക്കപ്പെട്ട അവസ്ഥയുണ്ടെങ്കിലും അതൊരു വലിയ ബന്ധനമായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. സ്തോത്രം. നീ ഒന്ന് ഉണർന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ, ഒന്ന് ഉണർന്ന് സ്തോത്രം പറയാമെങ്കിൽ, ഉറക്കെ ഒന്ന് ആത്മാവിൽ സ്തുതിക്കാമെങ്കിൽ, നിന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ മതിലുകളൊക്കെ ദൈവം ഇടിച്ചു കളയും. ഷബൽ ഖമാനബലം. ഇത് നിന്നോട് ദൈവം പറയുന്ന ഒരു ദൂത. പക്ഷെ ചില്ലുകൂടാണെങ്കിലും നമ്മൾ അതിൽ കിടക്കാൻ അനുവദിച്ചാൽ, നമ്മെ അനുവദിച്ചാൽ നാം അതിൽ പെട്ടുപോകും. സ്തോത്രം. എന്നാൽ ഉണർന്നൊന്ന് ഇടിച്ചാൽ അതിനെ പൊട്ടിച്ച് നമുക്ക് പുറത്തു വരാൻ കഴിയും. നിന്റെ ജീവിതത്തെക്കുറിച്ച് കർത്താവിനെ കാണിക്കുന്ന ഒരു വിഷനാണത്. നിനക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്ന അവസ്ഥയില്ല, പക്ഷെ ഉണർന്ന് പ്രാർത്ഥിക്കുക, വചനം ധ്യാനിക്കുക. ദൈവത്തിന്റെ ശക്തി നിന്റെ മുമ്പിലുള്ള കോട്ടയെ ഇടിച്ച് നിന്നെ പുറത്തു കൊണ്ടുവരും. പിതാവേ, ഈ സഹോദരിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഈ വചനം കേൾക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും അപ്പന്റെ കരങ്ങളിലേക്ക് ഞാൻ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവേ, പ്രാർത്ഥനയോടെ ഈ മീറ്റിങ്ങിന് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തൻ ആദരിക്കണമേ. അവരുടെ പ്രാർത്ഥനകളിൽ ദൈവത്തിന്റെ മറുപടികൾ സർവശക്തൻ കൊടുക്കേണ്ടതിന് ഞാൻ അപേക്ഷിക്കുകയാണ്. ആൽവിൻ എബ്രഹാം, ഷബൽ ഖമസിയ, വൈഡമ ഹത്തുരാനബൽ ഖമസിയ, അന്തൽ ഖമാനബല ബൗഷസിയ. ഇരുമ്പായുധത്തിന് തീയിലിട്ട് കൊല്ലൻ മൂർച്ച കൂട്ടാറുണ്ട്. ഹല്ലേലൂയ. ആ സമയം അതിനെ അടിക്കാറുണ്ട്, ആ സമയം അതിനെ പഴുപ്പിക്കാറുണ്ട്. ഇരുമ്പായുധത്തിന് അറിയില്ല ഇത് എന്തിനാണ്. പക്ഷേ ഓരോ പ്രാവശ്യം അതിന്റെ തീയിലിട്ട് അടിക്കുമ്പോഴും അതിന്റെ മൂർച്ച കൂടി വരികയാണ്. സ്തോത്രം. ഇതുപോലെ നിന്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന തീച്ചുളകൾ നിന്നെ തകർക്കാനല്ല, നിന്റെ മൂർച്ച കൂട്ടുകയാണ്. വിശ്വാസത്തിന്റെ മൂർച്ച, പ്രാർത്ഥനയുടെ മൂർച്ച, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ മൂർച്ച, അത് കൂട്ടാൻ വേണ്ടിയാണ് കേട്ടോ. തളരണ്ട. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആഞ്ഞടിക്കുന്ന തിരകൾക്കൊന്നും നിന്നെ മുക്കാൻ കഴിയില്ല. നീ അതിനെ അതിജീവിച്ച് ഒരു മറുകരയിലെത്തും. ചുടൽ കമാനബലം. രണ്ട് വെളിപ്പാടാണ് ഞാൻ കണ്ടത്. ഒന്ന്, സ്തോത്രം, ഒരു തീച്ചുളയിൽ ഇരുമ്പായുധത്തിട്ട് അടിക്കുന്ന പോലെ എത്ര തീയിലിട്ട് എത്ര അടിച്ചാലും ഇരുമ്പിന് കേടുവരില്ല. തീയിലൂടെ പോകുന്തോറും അതിന്റെ മൂർച്ച കൂടി വരത്തേയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആമേ പ്രിയ ദൈവ പൈതലെ, നീ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ നിന്റെ മൂർച്ച കൂട്ടാനാ. രണ്ടാമത്, ആർത്തിരമ്പി വരുന്ന തിരകളെ പോലെ ഒരു വിഷൻ കൂടി ഞാൻ കണ്ടു. സ്തോത്രം. പക്ഷെ നീ നല്ലൊരു കരയിലെത്തുന്നത് കണ്ടു. റിബൽ ഖമസ് കിടക്കുന്ന ബലം. അതുകൊണ്ട് ഇത് കർത്താവ് നിന്നോട് പറയുന്ന ആലോചനയാണ്. വളരാതെ പ്രാർത്ഥിക്കുക. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇന്ന് മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ മക്കളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ ഈ ശുശ്രൂഷകൾ ഹോസ്റ്റ് ചെയ്യുന്ന കർത്താവിന്റെ വിലയേറിയ ദാസനായി സ്തോത്രം. ഇനിയും അനേക ആത്മാക്കൾ കൂടി വരാനുണ്ട്. ഇനിയും ഒത്തിരി താങ്കൾക്ക് ചെയ്യാൻ, ഇനിയും ഒരുപാട് പേരെ ക്രിസ്തുവിലേക്ക് നയിക്കാനുണ്ട്. ഹല്ലേലൂയ. പുതിയ പുതിയ ചില വലകൾ കൂടി ഞാനൊരു വിഷൻ കാണുകയാണ്. കർത്തൃദാസനെ, നിങ്ങൾ ഇതുവരെ ഇട്ടുകൊണ്ടിരുന്ന വലകൾ കറുത്ത് പഴകി അങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ച കണ്ടു. ഇപ്പുറത്ത് പുതിയ ചില വലകൾ നിങ്ങളുടെ കൈകളിലേക്ക് തരുന്നത് കണ്ടു. ഇതുവരെ നിങ്ങൾ ശുശ്രൂഷ രീതികൾക്ക് വലിയ മാറ്റങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ ഉണ്ടാകും. ചില ശുശ്രൂഷകളെല്ലാം പഴയ വലകൾ പോലെ ഞാൻ കാണുന്നു. എന്നാൽ ഇനി പുതിയ വലകൾ നിങ്ങളുടെ കൈകളിൽ തരുന്നു. അത് പുതിയ അധികാരമാണ്, പുതിയ വചന വെളിപ്പാടുകളാണ്, പുതിയ ദർശനങ്ങളാണ്. സഭയെക്കുറിച്ച്, ദൈവമക്കളെക്കുറിച്ച്, ശുശ്രൂഷകളെക്കുറിച്ച്, മിനിസ്ട്രിയെക്കുറിച്ച് പുതിയ ദർശനങ്ങൾ,
പുതിയ കാഴ്ചപ്പാടുകൾ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഭരമേൽപ്പിക്കും. തുരൽ ഖമസ് ഘടകം. ഇത്രയും നാളുകൾ ആ പഴയ വലകൾ നമുക്ക് ആവശ്യമായിരുന്നു, എന്നാൽ അതിന്റെ സമയം കഴിഞ്ഞു. ഇനി പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ കയറാൻ ടൈമായെന്ന് ആ വിഷനാൽ എനിക്ക് മനസ്സിലാകുന്നു. ത്രിബല ഘടകം. അതുകൊണ്ട് തന്നെ അനേക പുതിയ കുടുംബങ്ങളെ ദൈവം തരും, അനേക പുതിയ ബന്ധങ്ങളെ ദൈവം തരും, അനേക പ്ലാറ്റ്ഫോമുകൾ ദൈവം നിങ്ങൾക്ക് തുറക്കും. മിനിസ്ട്രീസിന് വേണ്ടുന്ന വിശാലതകൾ ദൈവം ഒരുക്കി തരും. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്തൃദാസനെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് രാത്രി ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്ത സകല മക്കളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വവും ദൈവത്തിന് തരുന്നു. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എനിക്ക് പരിചയമുള്ള പലരും ഇതിനകത്ത് ജോയിൻ ആയിട്ടുണ്ട്. ഞാൻ എല്ലാവർക്കും ഒറ്റ വാക്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും വന്ദനത്തെയും അറിയിക്കുന്നു. മറക്കരുത്, കർത്താവ് തന്റെ ദൂതനെ അയക്കും. നമ്മളാരും ഒറ്റയ്ക്കല്ല. അതുകൊണ്ട് നിങ്ങൾ ധൈര്യപ്പെടുക. എന്തെങ്കിലും ഭയമോ പേടിയോ വരുമ്പോ നിങ്ങൾ ധൈര്യത്തോടെ പറയുക, പുടപിശാചേ, എന്റെ കർത്താവ് എന്റെ കൂടെ ഉണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ലെന്നേ ധൈര്യമായിട്ട് പറയുക. കർത്താവ് വഴികൾ തുറക്കും. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.